ഹലോ യെസ് സോ മക്കളെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ട്രേസബിലിറ്റി നമ്മൾ പറഞ്ഞു. സോ ട്രേസബിലിറ്റി അടിസ്ഥാനപ്പെടുത്തി ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ബിഹേവിയർ. സോ ബിഹേവിയർ അടിസ്ഥാനപ്പെടുത്തി വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്, മിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്. മിക്സ്ഡ് കോസ്റ്റ് തന്നെ സെമി വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, സെമി ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട് അല്ലെ. സോ ഇത്രയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സസിലായി ഡിസ്കസ് ചെയ്തത്. സോ ഇതിൽ നമ്മൾ അതായത് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ബിഹേവിയർ തന്നെയാണ്. സോ അതിന്റെ ബാക്കി കുറച്ച് കാൽക്കുലേഷൻസും കുറച്ച് ഇക്വേഷൻസ് ഒക്കെ പറയാനുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. സോ നന്നായിട്ട് മക്കളെ കഴിഞ്ഞ ക്ലാസ്സസ് ഒക്കെ നന്നായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും, നന്നായിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടാകും, നോട്ട്സ് ഒക്കെ എഴുതിയിട്ട് പഠിച്ചിട്ടായിരിക്കണം നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ? നമ്മൾ അല്ലെ ഓരോ ക്ലാസ്സും തമ്മിൽ കണക്റ്റഡ് ആണ്. ഈ ഒരു ക്ലാസ്സും അല്ലെ പ്രീവിയസ് ക്ലാസ്സും ഇനി എടുക്കാൻ പോകുന്ന ക്ലാസ് ഒക്കെ തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ ഒരു ക്ലാസ് നന്നായിട്ട് വാച്ച് ചെയ്ത് കൃത്യമായിട്ട് നോട്ട്സ് എഴുതി കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ അടുത്ത ക്ലാസ്സസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം എല്ലാ ക്ലാസ്സസും തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ഒരു ക്ലാസ് വാച്ച് ചെയ്യുന്നതിന് മുന്നേ ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ നിങ്ങൾ സെക്ഷൻ ഡിയിലെ ഒരു ഫിഫ്ത്ത് ക്ലാസ് ആണ് വാച്ച് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഫിഫ്ത്ത് ക്ലാസ് ആണ് വാച്ച് ചെയ്യുന്നത് വെച്ചോ. ഇതിപ്പോൾ അല്ലെ ആക്ച്വലി ഇത് തേർഡ് ക്ലാസ് ആണ്. ഇനി ഒരു ഫിഫ്ത്ത് ക്ലാസ് ആണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നത് വെച്ചോ. അപ്പൊ നിങ്ങൾ ഫിഫ്ത്ത് ക്ലാസ് ആണ് വാച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ക്ലാസ് ഒക്കെ വാച്ച് ചെയ്ത് നോട്ട്സ് ഒക്കെ എഴുതി അതൊന്ന് പഠിച്ചതിന് ശേഷം ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷമായിരിക്കണം നിങ്ങൾ ഫിഫ്ത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത്. സപ്പോസ് നിങ്ങളിപ്പോൾ 10th ക്ലാസ് ആണ്, 10ാമത്തെ ക്ലാസ് ആണ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 മുതൽ 9 വരെയുള്ള എല്ലാ ക്ലാസ്സും വാച്ച് ചെയ്ത് അതൊക്കെ ഒന്ന് പഠിച്ച് അതൊക്കെ നോട്ട്സ് ഒക്കെ ഒന്ന് റിവിഷൻ ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ 10th ക്ലാസ് വാച്ച് ചെയ്യേണ്ടത്. സോ അങ്ങനെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. എന്നാലേ നമുക്കൊരു കണക്ഷൻ കിട്ടുള്ളൂ. ക്ലിയർ? അപ്പൊ ഡെയിലി നമ്മൾ പഠിക്കണം, ക്ലാസ് വാച്ച് ചെയ്യണം അല്ലെ, നോട്ട്സ് എഴുതണം, ആ നോട്ട്സ് എഴുതിയത് പഠിക്കണം. അതിൻ്റെ ഒപ്പം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം കൂടി ചെയ്യണം, റിവിഷനും കൂടി ചെയ്യണം. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ അല്ലെ ഒരു ഫസ്റ്റ് കേട്ട ക്ലാസ്സസ് അല്ലെങ്കിൽ ഫസ്റ്റ് പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും. നിങ്ങൾ മറക്കുന്നുണ്ട് അല്ലെ, ഞാനും മറക്കുന്നുണ്ട്, എല്ലാവരും മറക്കും. മനുഷ്യന്മാരാണെങ്കിൽ എല്ലാവരും മറക്കൂടാ, അതിലൊന്നും നിങ്ങൾ യാതൊരു ടെൻഷനും അടിക്കണ്ട. മനുഷ്യന്മാരാണോ മറക്കും. അപ്പൊ മറക്കാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? കണ്ടിന്യൂസ് റിവിഷൻ ആണ്. എപ്പോഴെങ്കിലും വീക്കിലിയോ അല്ലെങ്കിൽ മന്ത്ലിയോ ഒന്ന് ഒരു റിവിഷൻ ചെയ്താൽ പോലെ കണ്ടിന്യൂസ് നിങ്ങൾ പഠനത്തിൽ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 അവർ ഡെയിലി നിങ്ങൾ റിവിഷൻ യൂസ് ചെയ്യണം. ക്ലിയർ? അത് മസ്റ്റ് ആട്ടോ. നിങ്ങൾക്ക് എക്സാംസ് പാസ്സാവാൻ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലാസ് വാച്ച് ചെയ്യുക, നോട്ട്സ് കൃത്യമായിട്ട് എഴുതിയ കാര്യങ്ങളൊന്ന് പഠിക്കുക. എന്നിട്ട് ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ എങ്കിലും മിനിമം നിങ്ങൾ ഡെയിലി റിവിഷൻ യൂസ് ചെയ്യുക. റിവിഷൻ എന്ന് വെച്ചാൽ പ്രീവിയസ് ടോപ്പിക്സ് ഒന്ന് മറിച്ച് നോക്കുക. അതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. റിവിഷൻ എന്ന് വെച്ചാൽ എല്ലാ ചോദ്യങ്ങളും ചെയ്യുക അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്കും പഠിക്കുക എന്നുള്ളതല്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മറന്നു പോയിട്ടില്ല എന്നുള്ളത് നിങ്ങളൊന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഹാഫ് ആൻ അവർ മതിയാവും അല്ലെങ്കിൽ മാക്സിമം ഒരു 1 അവർ മതിയാകും. അത് നിങ്ങൾ ഡെയിലി എന്തായാലും സ്പെൻഡ് ചെയ്യണം. കാരണം അത് നമുക്ക് എക്സാംസിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ട് മാറും. ഓക്കെ, സോ എനിവേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നല്ല കുട്ടികളായിട്ട് ക്ലാസ് വാച്ച് ചെയ്യുക. സോ നമുക്ക് നല്ല രീതിയിൽ പാസ് ആവണം. ആ ഒരു സ്പിരിറ്റിൽ അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ അല്ലെങ്കിൽ നമുക്കൊരു ആ ഒരു മോട്ടിവേഷനിലായിരിക്കും നമ്മൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യേണ്ടത്. വെറുതെ ആർക്കോ വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. നമുക്കൊരു നല്ല കരിയർ ബിൽഡ് ചെയ്യാനാണ്, അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പാസ്സാവാനാണ്, നമുക്ക് അല്ലെ ഒരു നല്ല ജോബൊക്കെ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ അല്ലെ ക്ലാസ്സസ് ഒക്കെ വാച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മോട്ടിവേഷനിൽ നല്ല രീതിയിൽ മക്കളെ എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ നല്ല രീതിയിൽ നിന്ന് വാച്ച് ചെയ്ത് നല്ല രീതിയിൽ നോട്ട്സ് ചെയ്ത് പഠിച്ചെടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് എക്സാംസിന് വേണ്ടത് എന്താണോ അത് ഞാൻ ഡയറക്റ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ക്ലിയർ? നിങ്ങൾ സ്വന്തമായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോട്ട് എഴുതി സ്വന്തമായിട്ട് നിങ്ങൾ വേറെയുള്ള രീതിയിലൊന്നും നിങ്ങൾ ഒരു രീതിയിലും നിങ്ങൾ പോകണ്ട. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഞാനിത് സ്പൂൺ ഫീഡിംഗ് ആയിട്ട് തരുന്നുണ്ട്. അത് കൃത്യമായിട്ട് നോട്ടിൽ എഴുതി പഠിച്ചെടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് എക്സാംസ് പാസ്സാവാൻ എന്തെല്ലാമാണോ ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളതാണ് അല്ലേ കുറേ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഒരു പേടിയും പേടിക്കേണ്ട, നമ്മൾ എന്തായാലും പാസ്സാവും. ഞാൻ പറയുന്ന പോലെ മക്കൾ നല്ല രീതിയിൽ കേട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്താണ്, ഫിക്സ്ഡ് കോസ്റ്റ് എന്താണ്, മിക്സ്ഡ് കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസും കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, യൂഷ്വലി സാധാരണഗതിയിൽ നമുക്ക് മിക്സ്ഡ് കോസ്റ്റ് കാൽക്കുലേഷൻസിനൊക്കെ യൂഷ്വലി നമുക്ക് വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും മാത്രമാണ് ഉണ്ടാവാറുള്ളത്. യൂഷ്വലി കാൽക്കുലേഷൻസിനൊക്കെ നമുക്ക് വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും മാത്രം തന്നെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമുക്ക് യൂഷ്വലി നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ നോക്കിക്കേ, ടി സി എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ആണ്. സോ ഇതൊക്കെ നിങ്ങളുടെ നോട്ട്സിൽ എഴുതി പോകണം. അതിന് കണ്ടിന്യൂഷൻ ആക്കി തന്നെ എഴുതി പോയാൽ മതി. ടി സി മീൻസ് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? സോ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്. സോ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റും കൂടി ആഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ കോസ്റ്റ് കിട്ടും. സാധാരണഗതിയിൽ കാൽക്കുലേഷൻസിനൊക്കെ നമുക്ക് മിക്സ്ഡ് കോസ്റ്റ് സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. ജനറലി വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും ആണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ നോട്ടിൽ ഒന്ന് എഴുതി വെക്കുക, ഓരോ പോയിന്റ് ആക്കി എഴുതി വെച്ചാൽ മതി. സോ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്. ക്ലിയർ അല്ലേ?
ഈ ഫോർമുല ക്ലിയർ അല്ലേ? യെസ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേരിയബിൾ കോസ്റ്റിന്റെ കേസിൽ പെർ യൂണിറ്റ് ആയിരിക്കും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക, ടോട്ടൽ എമൗണ്ട് ഫ്ലക്ച്വേറ്റ് ആവും. പക്ഷേ ഫിക്സ്ഡ് കോസ്റ്റിന്റെ കേസിൽ ടോട്ടൽ എമൗണ്ട് സെയിം ആയിട്ട് നിൽക്കും, പെർ യൂണിറ്റുകളാണ് എന്താവുക, ഫ്ലക്ച്വേറ്റ് ആവുക. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇതേ ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാന്ന് അറിയോ? ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന് നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ നോക്കിക്കേ, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. എന്താ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്? ഒരു യൂണിറ്റിന്റെ വേരിയബിൾ കോസ്റ്റ്, അതാണ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ്, ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് അല്ലെ, ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ്, ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് അല്ലേ. അത് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്സ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് ചെയ്യുമ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആയി. പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ് പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഫിക്സ്ഡ് കോസ്റ്റ് യൂഷ്വലി ടോട്ടൽ എമൗണ്ട് ആണ് തരിക, കാരണം ടോട്ടൽ എമൗണ്ട് ആണ് സെയിം ആയിട്ട് നിൽക്കുക. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? TFC എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇസ് ഇറ്റ് ക്ലിയർ? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. സോ ദിസ് ഈസ് എ ഫോർമുല അല്ലേ. നമുക്ക് എന്ത് ചെയ്താമെന്ന് പറഞ്ഞേ അല്ലേ, നമുക്ക് എങ്ങനെ എഴുതാം എന്ന് പറഞ്ഞേ? ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്. ദിസ് ഇസ് എ ഫോർമുല ഓഫ് ടോട്ടൽ കോസ്റ്റ്. ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. എന്താ പെർ യൂണിറ്റ് എന്ന് വെച്ചാൽ ഒരു യൂണിറ്റിന് അല്ലേ, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ്. കാരണം എന്തിനാ അങ്ങനെ എഴുതാൻ കാരണം എന്നറിയോ? വേരിയബിൾ കോസ്റ്റ് യൂഷ്വലി നമുക്ക് എങ്ങനെയാണ് പെർ യൂണിറ്റ്സിലാണ് തരിക, ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് യൂഷ്വലി ടോട്ടൽ എമൗണ്ടിലാണ് ചെയ്യുക. ക്ലിയർ? ടോട്ടൽ എമൗണ്ടിലാണ് നമുക്ക് എക്സാംസിന് തരിക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം വേരിയബിൾ കോസ്റ്റിന്റെ കേസിൽ അല്ലെ പെർ യൂണിറ്റ് ആണ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക, ഫിക്സ്ഡ് കോസ്റ്റിന്റെ കേസിൽ ടോട്ടൽ എമൗണ്ട് ആണ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. അതുകൊണ്ട് തന്നെ എക്സാംസിന് ഏറെക്കുറെ അല്ലെ നമുക്ക് വേരിയബിൾ കോസ്റ്റ് ആണോ നമ്മുടെ ഫോക്കസ് എങ്ങോട്ട് പോകണം എന്ന് പറയാം? പെർ യൂണിറ്റിലോട്ട് പോകണം, കാരണം പെർ യൂണിറ്റ് ആണ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. ഫിക്സ്ഡ് കോസ്റ്റിന്റെ കേസിൽ ടോട്ടൽ എമൗണ്ട് ആണ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് ആണോ നമ്മുടെ ഫോക്കസ് എന്ത് ചെയ്യണം? ടോട്ടൽ എമൗണ്ടിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഈ രണ്ട് ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ടോട്ടൽ കോസ്റ്റിന്റെ ഫോർമുല എന്താ എന്ന് പറഞ്ഞേ? ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്. അതേപോലെ സെക്കൻഡ് ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കണം. ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു അല്ലേ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ്. അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആയി പ്ലസ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്. ഇസ് ഇറ്റ് ക്ലിയർ ഓൾ ഓഫ് യു? യെസ്. ഇനി ഈ രണ്ട് ഫോർമുല ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് എക്സാംസിന് ടോട്ടൽ കോസ്റ്റ് ചോദിച്ചാൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണത്. ക്ലിയർ? അപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ്. എന്താ പെർ യൂണിറ്റ്? ഒരു യൂണിറ്റ്. സോ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഫോർമുലയും കൂടി ഒന്ന് എഴുതി വെക്കാം. നോക്കിക്കേ, ഇവിടെ എഴുതാം അല്ലേ, ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ്. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ടിൽ എഴുതി വെക്കണ്ട. ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ്. എന്താ പെർ യൂണിറ്റ് എന്ന് വെച്ചാൽ സാറേ ഒരു യൂണിറ്റ്. ഓക്കെ, സോ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ക്ലിയർ? സോ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും അതേപോലെ തന്നെ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ആയി. സോ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. സോ നമുക്ക് രണ്ട് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ആയി. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. സോ ഈ ഫോർമുലയും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ക്ലിയർ? അപ്പോൾ മൂന്ന് ഫോർമുല നമ്മൾ പറഞ്ഞു. ഒന്ന് ഡയറക്റ്റ് ഫോർമുല, ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. സോ അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ രണ്ടാമത്തെ ഫോർമുലയാണ് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് അല്ലെ, പ്ലസ് നമ്മുടെ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ്. എന്താ പെർ യൂണിറ്റ് എന്ന് വെച്ചാൽ ഒരു യൂണിറ്റിന്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. ക്ലിയർ അല്ലേ? യെസ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. സോ ഇത്രയും ഈ മൂന്ന് ഇക്വേഷൻസ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. ഇനി നമ്മുടെ അല്ലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നമുക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആകുമ്പോൾ നിങ്ങൾ പറഞ്ഞേ വെൻ പ്രൊഡക്ഷൻ ഇൻക്രീസസ്. എന്താ വെൻ പ്രൊഡക്ഷൻ ഇൻക്രീസസ്? പ്രൊഡക്ഷൻ കൂടുമ്പോൾ അല്ലെ, പ്രൊഡക്ഷൻ കൂടുമ്പോൾ വെൻ പ്രൊഡക്ഷൻ ഇൻക്രീസസ് അതാണ് ഈ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. പ്രൊഡക്ഷൻ ഇൻക്രീസ് ആകുമ്പോൾ ടോട്ടൽ കോസ്റ്റും ഇൻക്രീസ് ആകും അല്ലേ? കാരണം പ്രൊഡക്ഷൻ ഇൻക്രീസ് ആകുമ്പോൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആയാലും ഡിഗ്രീസ് ആയാലും ഏത് മാറൂല. ഒരു പ്രൊഡക്ഷൻ ഇൻക്രീസ് ആയാലും ഡിഗ്രീസ് ആയാലും പ്രൊഡക്ഷൻ ഇൻക്രീസ് ആയാലും അതേപോലെ തന്നെ ഡിഗ്രീസ് ആയാലും ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആകുമ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ആകും. ഒരു പ്രൊഡക്ഷൻ ഇൻക്രീസ് ആയാലും ഡിഗ്രീസ് ആയാലും ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് മാറൂല. പക്ഷെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആകുമ്പോൾ ടോട്ടൽ അല്ലെ വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ആകും. അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടോട്ടൽ കോസ്റ്റും ഇൻക്രീസ് ആകും. ബിക്കോസ് ദ ഫോർമുല ഈസ് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്. അപ്പോൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആയാലും ഡിഗ്രീസ് ആയാലും ഏതിലും മാറ്റമില്ല, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിൽ ഒരു മാറ്റമില്ല. പക്ഷേ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആകുമ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ആകും. സോ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടോട്ടൽ കോസ്റ്റും ഇൻക്രീസ് ആകും. കാരണം ഫോർമുല എന്താ? ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്നുള്ളതാണ്. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിൽ ഒരു മാറ്റമില്ല. പക്ഷേ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കൂടും. വേരിയബിൾ കോസ്റ്റ് കൂടി നമ്മുടെ ടോട്ടൽ കോസ്റ്റ് നമ്മൾ എന്താകും? ഇൻക്രീസ് ആകും. ഓക്കെ അല്ലേ? യെസ്. സോ അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇസ് ഇറ്റ് ക്ലിയർ? പോയിന്റ് എന്ന് എഴുതി വെക്കുക. അതേപോലത്തെ സെക്കൻഡ് പോയിന്റ് ഇതേ നേരെ ഓപ്പോസിറ്റ്.
when production decreases, അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് പറയുന്നത്, പ്രൊഡക്ഷൻ ഡിഗ്രീസ് ആകുമ്പോൾ നമുക്കറിയാം പ്രൊഡക്ഷൻ ഡിഗ്രീസ് ആകുമ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിഗ്രീസ് ആകും. സോ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിഗ്രീസ് ചെയ്താൽ ടോട്ടൽ കോസ്റ്റും എന്താകും, ഡിഗ്രീസ് ആകും അല്ലെ. പ്രൊഡക്ഷൻ ഇൻക്രീസ് ആയാലും ഡിഗ്രീസ് ആയാലും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൽ യാതൊരു മാറ്റവും ഇല്ല. പക്ഷേ പ്രൊഡക്ഷൻ ഡിഗ്രീസ് ആകുമ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കുറയും. സോ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടോട്ടൽ കോസ്റ്റും എന്ത് ചെയ്യും, കുറയും. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. സോ ഈ രണ്ട് ഫോർമുല നമ്മൾ ക്ലിയർ അല്ലെ, രണ്ട് പോയിന്റ് ക്ലിയർ അല്ലേ. സോ രണ്ട് പോയിന്റ് കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇനി നമുക്ക് നോക്കാം. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് പറയുന്നത് അല്ലെ. മൂന്നാമത്തെ പോയിന്റ് നന്നായി ശ്രദ്ധിച്ചിരിക്കുക. തേർഡ് പോയിന്റ് ആണ് പറയുന്നത്. തേർഡ് പോയിന്റ് എന്താ അല്ലെ, നമുക്ക് ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റിന്റെ കേസാണ് പറയുന്നത്. നമുക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആകുമ്പോൾ, അവിടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആകുമ്പോൾ എന്താ സംഭവിക്കുക നോക്കിയേ. ഇവിടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞേ. നോക്കൂ, പ്രൊഡക്ഷൻ ഇൻക്രീസ് ആകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണേ, പ്രൊഡക്ഷൻ ഇൻക്രീസ് ആയാലും ഡിഗ്രീസ് ആയാലും ഏതിൽ മാറ്റമില്ല. ഒരു പ്രൊഡക്ഷൻ ഇൻക്രീസ് ആയാലും ഡിഗ്രീസ് ആയാലും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് മാറൂല അല്ലെ. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളത് വേരിയബിൾ കോസ്റ്റിന്റെ കേസിൽ പെർ യൂണിറ്റിൽ യാതൊരു മാറ്റവും ഉണ്ടാകൂല. പ്രൊഡക്ഷൻ ഇൻക്രീസ് ആയാലും പ്രൊഡക്ഷൻ ഡിഗ്രീസ് ആയാലും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിന്റെ കേസിൽ യാതൊരു മാറ്റവും സംഭവിക്കൂല. പക്ഷേ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആകുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറയോടാ അല്ലെ. അങ്ങനെയല്ല പഠിച്ചിട്ടുള്ളത്, ഓപ്പോസിറ്റ് ആയിട്ടല്ല ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. പ്രൊഡക്ഷൻ ഇൻക്രീസ് ആകുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറയും. അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആയാലും ഡിഗ്രീസ് ആയാലും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിൽ യാതൊരു മാറ്റവും ഇല്ല. പക്ഷേ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആകുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറയും. അപ്പൊ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റും എന്ത് ചെയ്യും, കുറയും അല്ലെ. അതായത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആകുന്നു, അപ്പൊ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഒരിക്കലും മാറൂല. വേരിയബിൾ കോസ്റ്റിന്റെ കേസിൽ ടോട്ടൽ എമൗണ്ട് ആണ് മാറുക, പെർ യൂണിറ്റ് ഒരിക്കലും മാറൂല അല്ലെ. പ്രൊഡക്ഷൻ ഇൻക്രീസ് ആകുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഡിഗ്രീസ് ആകും. ഓപ്പോസിറ്റ് ആയിട്ടാണ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആകുമ്പോൾ ഇത് ഡിഗ്രീസ് ആകും. അപ്പൊ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഡിഗ്രീസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റും എന്താകും, ഡിഗ്രീസ് ആകും. അതുകൊണ്ടാണ് ഈ മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, വെൻ പ്രൊഡക്ഷൻ ഇൻക്രീസസ് ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ഡിഗ്രീസ് അല്ലെ. യെസ്, ഓക്കെ. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് കേസ് പറയാം. ഇനി പ്രൊഡക്ഷൻ എന്താകുന്നു മക്കളെ, ഡിഗ്രീസ് ആകുന്നു. പ്രൊഡക്ഷൻ ഡിഗ്രീസ് ആയാലും ഇൻക്രീസ് ആയാലും ഏതിൽ മാറ്റമില്ല, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിൽ നോ ചേഞ്ച്, ഒരു മാറ്റവും ഇല്ല അല്ലെ. യെസ്, ഉള്ള എമൗണ്ട് തന്നെ ആയിരിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷേ പ്രൊഡക്ഷൻ ഡിഗ്രീസ് ആകുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് ആകും അല്ലെ. പ്രൊഡക്ഷൻ ഡിഗ്രീസ് ആകുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് ആകും അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്, പ്രൊഡക്ഷൻ ഡിഗ്രീസ് ആകുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് ആകും. സോ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് ആയാൽ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റും എന്താകും, ഇൻക്രീസ് ആകും. അതുകൊണ്ടാണ് ഈ പോയിന്റ് നോക്കിയേ, വെൻ പ്രൊഡക്ഷൻ ഡിഗ്രീസസ് അല്ലെ, വെൻ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ഇൻക്രീസ്. ഓക്കെ, അപ്പൊ ഈ 4 പോയിന്റ്സ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ 3 ഇക്വേഷൻസ് 4 പോയിന്റ്സ് ഒന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ചോദ്യങ്ങൾ എക്സാംസിന് വരാറുണ്ട്. ഇതാണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റ്സ്. സോ ഇത് വളരെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവണം ഈ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ഈ 4 പോയിന്റ്സ് ഒക്കെ മസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവണം കേട്ടോ. ഓക്കെ, യെസ്. സോ ഇനി നമുക്ക് ഗ്രാഫിലോട്ട് വരാം. നമ്മുടെ ടോട്ടൽ കോസ്റ്റിന് ഗ്രാഫാണ് പറയുന്നത് അല്ലെ. നന്നായി ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ടോട്ടൽ കോസ്റ്റിന് ഗ്രാഫാണ് പറയുന്നത്. ക്ലിയർ, ടോട്ടൽ കോസ്റ്റിന് ഗ്രാഫാണ്. സോ ഗ്രാഫ് ഓഫ് അല്ലെ ടോട്ടൽ കോസ്റ്റിന് ഗ്രാഫാണ്. നമുക്ക് 3 കോസ്റ്റുകൾ നമുക്ക് ഓൾറെഡി ടോട്ടൽ കോസ്റ്റിന് ഗ്രാഫ് പറയുന്നത്. നമ്മുടെ ഔട്ട്പുട്ട് നോക്കിയാൽ ഈ ആക്സിൽ എന്താ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്താ, ഫിനിഷ്ഡ് ഗുഡ്സ്, യൂണിറ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസർ. ക്ലിയർ, അതായത് കോസ്റ്റ് ഡ്രൈവർ ഒക്കെ സെയിം തന്നെയാണ്. ഔട്ട്പുട്ട്, നമ്പർ ഓഫ് യൂണിറ്റ്സ് ഒക്കെ സെയിം തന്നെയാണ് ഔട്ട്പുട്ട്. ഇവിടെ നമുക്ക് കോസ്റ്റ് ഇതാ ഈ ആക്സിലൂടെ കോസ്റ്റ് ഔട്ട്പുട്ട്. ക്ലിയർ അല്ലേ? സോ നമുക്ക് എല്ലാവർക്കും അറിയാം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, TFCയുടെ ഗ്രാഫ് എങ്ങനെയാ, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് ആവോ? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യും. ഔട്ട്പുട്ട് മാറുമ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് ആവോ? ഇല്ല. അപ്പൊ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന്റെ ഗ്രാഫ് എങ്ങനെയാ, സ്ട്രൈറ്റ് ആയിട്ട് പോകും. ഇതാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന്റെ ഗ്രാഫ്. അത് അല്ലേ, ഡൗട്ട് ഇല്ലല്ലോ. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും സ്ട്രൈറ്റ് ആയിരിക്കും. കാരണം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൽ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ അത് സ്ട്രൈറ്റ് ആയിരിക്കും. അപ്പൊ ആ ഗ്രാഫ് നമുക്ക് സെറ്റായി. ഇനി ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ ഗ്രാഫ് എങ്ങനെയാ സാറേ? ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ ഗ്രാഫ് എങ്ങനെയാ? ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ ഗ്രാഫ് നോക്കിക്കേ. വേരിയബിൾ കോസ്റ്റ് എങ്ങനെയാ അല്ലെ, യൂണിറ്റ് 0 ആണെങ്കിൽ 0 ഇൻറ്റു അല്ലെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 0. സോ യൂണിറ്റ് 0 ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലെ. യൂണിറ്റ് 0 ആണെങ്കിൽ എന്നാണ് ശ്രദ്ധിക്കണേ, യൂണിറ്റ് 0 ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അതാണ് വേരിയബിൾ കോസ്റ്റിന്റെ ഗ്രാഫ് നോക്കിയാൽ 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് കോസ്റ്റും എന്ത് ചെയ്യും, ഇങ്ങനെ കൂടിപ്പോകും. യൂണിറ്റ്സ് കൂടുമ്പോൾ കോസ്റ്റും കൂടും. അപ്പൊ ഇങ്ങനെ ഗ്രാഫ് അങ്ങനെ കയറി പോകും അല്ലെ. യെസ്, സോ അതുകൊണ്ടാണ് ഗ്രാഫ് ഇങ്ങനെ പോകുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് വേരിയബിൾ കോസ്റ്റിന്റെ ഗ്രാഫ് നമ്മൾ പഠിച്ചതാണ്. സോ വേരിയബിൾ കോസ്റ്റിന്റെ ഗ്രാഫ് നമുക്ക് മനസ്സിലായി അല്ലെ. ഇത് TVCയുടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, അതുകൊണ്ട് നമുക്ക് മനസ്സിലായി. ഇനി ഞാൻ പറയാൻ പോകുന്നത് ടോട്ടൽ കോസ്റ്റിന്റെ ഗ്രാഫാണ്. ടോട്ടൽ കോസ്റ്റ്, ഒരു ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വേരിയബിൾ കോസ്റ്റും അല്ലെ. നമുക്കറിയാം ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു അല്ലെ, ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. എല്ലാവർക്കും അറിയുന്നല്ലേ, ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. അപ്പൊ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും കൂടി ആഡ് ചെയ്തതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് അല്ലെ. സോ നമുക്ക് പ്രൊഡക്ഷൻ 0 ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് 0 പ്രൊഡക്ഷൻ, ഔട്ട്പുട്ട് 0, ഇതാണ് 0 ഔട്ട്പുട്ട് അല്ലെ. പ്രൊഡക്ഷൻ 0 ആണെങ്കിലും നമ്മുടെ കമ്പനിക്ക് പ്രൊഡക്ഷൻ 0 ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് 0 ആയിരിക്കും. പക്ഷേ
പ്രൊഡക്ഷൻ നടന്നാലും നടന്നിട്ടില്ലെങ്കിലും ഫിക്സ്ഡ് കോസ്റ്റ് എന്തായാലും വരും, റെന്റ് അങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും നമ്മൾ കൊടുക്കണ്ടേ. യെസ്, പ്രൊഡക്ഷൻ നടന്നാലും നടന്നിട്ടില്ലെങ്കിലും ഫിക്സ്ഡ് കോസ്റ്റ് നമ്മുടെ കമ്പനിക്ക് മസ്റ്റ് ആയിട്ട് എന്തായാലും വരും. ഇസ് ഇറ്റ് ക്ലിയർ? അതായത് പ്രൊഡക്ഷൻ 0 ആണെങ്കിൽ ഏത് കോസ്റ്റ് വരില്ല? വേരിയബിൾ കോസ്റ്റ് വരില്ല. പക്ഷെ പ്രൊഡക്ഷൻ 0 ആണെങ്കിൽ അല്ലെ, പ്രൊഡക്ഷൻ 0 ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവില്ല. ഇസ് ഇറ്റ് ക്ലിയർ? പക്ഷെ ഏതുണ്ടാകും? ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാകും. ക്ലിയർ അല്ലേ? അപ്പോൾ പ്രൊഡക്ഷൻ 0 ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഏത് തന്നെ ആയിരിക്കും? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ പ്രൊഡക്ഷൻ 0 ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്നുള്ളത് എന്ത് തന്നെ ആയിരിക്കും? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് തന്നെ ആയിരിക്കും. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് തന്നെ ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ ഓൾ ഓഫ് യു? യെസ്. അപ്പൊ പ്രൊഡക്ഷൻ 0 ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ടോട്ടൽ കോസ്റ്റിന്റെ ഗ്രാഫ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്നറിയോ? പ്രൊഡക്ഷൻ 0 ആണെങ്കിൽ ഓക്കെ വേരിയബിൾ കോസ്റ്റ് 0, പക്ഷേ പ്രൊഡക്ഷൻ 0 ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് 0 ആണ്. പക്ഷേ കമ്പനിക്ക് ഏത് കോസ്റ്റ് എന്തായാലും വരും? പ്രൊഡക്ഷൻ 0 ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് 0 ആണ്. ഓക്കെ, അത് കൺഫേംഡ് ആണ്. പക്ഷേ പ്രൊഡക്ഷൻ 0 ആണെങ്കിൽ കമ്പനിക്ക് ഏത് കോസ്റ്റ് എന്തായാലും വരും എന്ന് പറഞ്ഞേ? ഫിക്സ്ഡ് കോസ്റ്റ് എന്തായാലും വരും. അപ്പൊ പ്രൊഡക്ഷൻ 0 ആണെങ്കിൽ ഓക്കെ വേരിയബിൾ കോസ്റ്റ് വരുന്നില്ല, പക്ഷെ എന്നാലും ഏത് കോസ്റ്റ് വരും? ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ പ്രൊഡക്ഷൻ 0 യൂണിറ്റിൽ ടോട്ടൽ കോസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് തന്നെയാണ്. അറ്റ് 0 യൂണിറ്റ് ടോട്ടൽ കോസ്റ്റ് എത്രയെന്ന് ചോദിച്ചാൽ അത് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് തന്നെയാണ്. കാരണം 0 യൂണിറ്റ്സിൽ ഏതില്ല? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇല്ല. അപ്പൊ ടോട്ടൽ കോസ്റ്റിന്റെ ഫോർമുല ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അത് ഏതില്ല? അതിൽ വേരിയബിൾ കോസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഏതിനോട് ഈക്വൽ ആയി? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിനോട് ഈക്വൽ ആയി. ഇസ് ഇറ്റ് ക്ലിയർ ഓൾ ഓഫ് യു? യെസ്. ഓക്കെ. അപ്പൊ 0 യൂണിറ്റ്സിൽ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? ടോട്ടൽ വേരിയബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. പിന്നെ യൂണിറ്റ് കൂടുന്നതിനനുസരിച്ച് ഏത് കോസ്റ്റ് കൂടൂല? ഫിക്സ്ഡ് കോസ്റ്റ് കൂടൂല. പക്ഷെ യൂണിറ്റ് കൂടുന്നതിനനുസരിച്ച് ഏത് കോസ്റ്റ് കടന്നു വരും? എടോ, യൂണിറ്റ്സ് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ഏത് കോസ്റ്റ് കടന്നു വരും? വേരിയബിൾ കോസ്റ്റ് കൂടി 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 പോകും. അപ്പൊ വേരിയബിൾ കോസ്റ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടോട്ടൽ കോസ്റ്റും കൂടും. കാരണം ടോട്ടൽ കോസ്റ്റിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് അല്ലേ. അപ്പൊ യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് ഏത് കോസ്റ്റ് വരും എന്ന് പറഞ്ഞാൽ യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കടന്നു വരും. അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കടന്നു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടോട്ടൽ കോസ്റ്റ് ഇൻക്രീസ് ആവും. സോ ടോട്ടൽ കോസ്റ്റിന്റെ ഫോർമുല ഗ്രാഫ് ഇത് ഇങ്ങനെ പോകും. ഇസ് ഇറ്റ് ക്ലിയർ? ദിസ് ഈസ് എ ഗ്രാഫ് ഓഫ് ടോട്ടൽ കോസ്റ്റ്. അതാണ് ടോട്ടൽ കോസ്റ്റിന്റെ ഗ്രാഫ്. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് എ ഗ്രാഫ് ഓഫ് ടോട്ടൽ കോസ്റ്റ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ടോട്ടൽ കോസ്റ്റിന്റെ ഗ്രാഫ് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞേ? ടോട്ടൽ കോസ്റ്റിന്റെ ഗ്രാഫ് എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുക? 0 എന്നാണോ അതോ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്നാണോ? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്നാ സ്റ്റാർട്ട് ചെയ്യുക. കാരണം യൂണിറ്റ് 0 ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് 0 ആണ്. പക്ഷേ കമ്പനിക്ക് എന്തായാലും ഏത് കോസ്റ്റ് മസ്റ്റ് ആയിട്ട് എന്തായാലും വരും? ഫിക്സ്ഡ് കോസ്റ്റ് എന്തായാലും വരും. അതുകൊണ്ട് ടോട്ടൽ കോസ്റ്റിന്റെ ഗ്രാഫ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ യൂണിറ്റ് കൂടുന്നതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റും കൂടി കടന്നു വരും. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ആയി പോകും. ക്ലിയർ? സോ ഇതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റിന്റെ ഗ്രാഫ്. അപ്പൊ ടോട്ടൽ കോസ്റ്റിന്റെ ഗ്രാഫ് ഏതിനോട് പാരലൽ ആയിരിക്കും? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കൊണ്ട് ഇങ്ങനെ പാരലൽ ആയിട്ട് പോവുക. എന്താ പാരലൽ? ഇങ്ങനെ പാരലൽ ആയിട്ട് പോവുക. ഇസ് ഇറ്റ് ക്ലിയർ? പാരലൽ ആയിട്ട് പോകും. ഇസ് ഇറ്റ് ക്ലിയർ ഓൾ ഓഫ് യു? യെസ്. ഓക്കെ. സോ ദിസ് ഈസ് എ ഗ്രാഫ് ഓഫ് ടോട്ടൽ കോസ്റ്റ്. നിങ്ങൾ സ്കെയിൽ എടുത്ത് വരക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് റഫ് ആയിട്ട് വരച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇത് മനസ്സിലായി. അപ്പൊ നമുക്ക് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ ഗ്രാഫ് മനസ്സിലായി, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിന്റെ ഗ്രാഫ് മനസ്സിലായി, ആൻഡ് ടോട്ടൽ കോസ്റ്റിന്റെ ഗ്രാഫ് നമുക്ക് മനസ്സിലായി. ഈ ഗ്രാഫ് നമുക്ക് എക്സാംസിൽ സാറേ ഗ്രാഫ് വരക്കാൻ ചോദിക്കോ? ഇല്ല, ഗ്രാഫ് വരക്കാനൊന്നും ചോദിക്കൂല. പക്ഷെ ഗ്രാഫ് ഒക്കെ തന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുക, ഒന്നും നമ്മൾ സ്കിപ്പ് ചെയ്യണ്ട. ഇസ് ഇറ്റ് ക്ലിയർ ഓൾ ഓഫ് യു? യെസ്. സോ ഇതൊക്കെ നമ്മളൊന്ന് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും, നോട്ട്ബുക്കിൽ കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ടാകും. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. സോ ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത് നമുക്ക്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായി ശ്രദ്ധിച്ചിരിക്കുക. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ക്ലിയർ? അപ്പൊ ക്വസ്റ്റ്യനും ഉണ്ട് ഓപ്ഷനും ഉണ്ട് അല്ലേ? യെസ്, ക്വസ്റ്റ്യനും ഓപ്ഷനും ഉണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യനും ഓപ്ഷനും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ടിൽ ഈ ക്വസ്റ്റ്യനും ഓപ്ഷനും അല്ലെ ക്വസ്റ്റ്യനും ഉണ്ട് ഓപ്ഷനും ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യനും ഓപ്ഷനും ഒന്ന് എഴുതൂ. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാൻ ഒന്ന് ട്രൈ ചെയ്യും. നിങ്ങൾ തെറ്റിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന ആൻസർ തെറ്റും, എനിക്കറിയാം. നിങ്ങൾ ചെയ്യുന്ന ഫസ്റ്റൊക്കെ നിങ്ങൾ ചെയ്യുന്ന ആൻസറിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാകും, തെറ്റുമെന്ന് എനിക്കറിയാം. നോ പ്രോബ്ലം, നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യൂ. സോ എല്ലാവരും വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യനും ഓപ്ഷനും നിങ്ങളുടെ നോട്ടിലോട്ട് ഒന്ന് എഴുതൂ. എന്നിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ, ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യൂ. ക്ലിയർ? ഒന്ന് ട്രൈ ചെയ്യൂ. ഈ ചോദ്യം എന്താ ഇത് ഉദ്ദേശിക്കുന്നത്? എന്താണ്? കോസ്റ്റ് എയും ഉണ്ട്, ബിയും ഉണ്ട്, സിയും ഉണ്ട്, ഡിയും ഉണ്ട് അല്ലേ? സോ ഇതിൽ എ ഏത് ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ്, ബി ഏത് ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ്, സി ഏത് ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ്, ഡി ഏത് ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ് എന്നുള്ളതാണ്. അതിൽ 25,000 യൂണിറ്റിന്റെ കേസ് തന്നിട്ടുണ്ട്, 50,000 യൂണിറ്റിന്റെ കേസ് തന്നിട്ടുണ്ട്, 75,000 യൂണിറ്റിന്റെ കേസ് തന്നിട്ടുണ്ട്. ഓക്കെ, യെസ്. സോ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. എന്നിട്ട് നിങ്ങൾ എൻ്റെ ആൻസർ ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്യൂ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും, നിങ്ങളൊന്ന് ആദ്യം സ്വന്തമായിട്ട് ചെയ്യൂ. ഒന്ന് തെറ്റിക്കോട്ടെ, തെറ്റിയാലും പ്രശ്നമില്ല. ആൻസർ ശരിയാണെങ്കിലും പ്രശ്നമില്ല, തെറ്റിയാലും പ്രശ്നമില്ല, കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ പറയുന്ന പോലെ ചെയ്യൂട്ടാ, ട്രൈ ചെയ്യൂ. ഓക്കെ, യെസ്.
സോ എൻ്റെ മക്കളെ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് ഇതിന് ആൻസർ ചെയ്തിട്ടുണ്ടാകും. എന്തായാലും തെറ്റിയാലും കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നും ഒരു പ്രശ്നവുമില്ല, ഒരു പേടി അടിക്കണം. ഇതൊക്കെ നമ്മുടെ എക്സാംസിൽ ചോദിക്കുന്ന CMA ക്വസ്റ്റ്യൻസ് ആണ്. സോ അതൊക്കെ നമ്മൾ പരിചയപ്പെടുന്നല്ലേ ഉള്ളൂ അല്ലേ, നമ്മൾ റെഡി ആക്കി എടുക്കണം. നമ്മൾ നാളെ തന്നെ പോയിട്ടല്ലേ എക്സാംസ് എഴുതുന്നത്. നമ്മൾ ഒരുപാട് ക്ലാസ്സസ് കേട്ട്, ഒരുപാട് നോട്ട്സ് എഴുതി, ഒരുപാട് പഠിച്ച്, ഒരുപാട് എക്സാംസ് എഴുതി, ഒരുപാട് മോക്ക് എക്സാംസ് എഴുതി, റിവിഷൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടൊക്കെ അല്ലേ ഫൈനലല്ലേ നമ്മൾ എക്സാം എഴുതാൻ പോവാ. സോ പേടിക്കേണ്ട, ഇത് നമുക്ക് റെഡി ആക്കി എടുക്കാം. സോ നിങ്ങൾ ചെയ്താൽ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഇവിടെ നോക്കുക എങ്ങനെ ചെയ്യാന്നുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. കമ്പനി ഹാസ് ഒബ്സർവ്ഡ് ദ ഫോളോയിങ് കോസ്റ്റ് അറ്റ് ഡിഫറെന്റ് പ്രൊഡക്ഷൻ ലെവൽ അല്ലേ. അപ്പൊ ഞാൻ നോക്കിക്കേ, ഡിഫറെന്റ് പ്രൊഡക്ഷൻ ലെവലിൽ നമുക്ക് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, യെസ്. സോ നോക്കിക്കേ, യൂണിറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ജസ്റ്റ് എ മിനിറ്റ്, യെസ്, ലെറ്റ് മീ ടേക്ക്. ഓക്കെ, സോ നമുക്ക് എന്ത് തന്നിട്ടുണ്ടെന്ന് അറിയോ അല്ലെ. 25,000 യൂണിറ്റ്സ് യൂണിറ്റ്സുകൾ തന്നിട്ടുണ്ട്, യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ. 25,000 യൂണിറ്റ്സ്, അതേപോലെ തന്നെ നമ്മുടെ അല്ലെ 50,000 യൂണിറ്റ്സ്, 75,000 യൂണിറ്റ്സ്. ക്ലിയർ. അതിന്റെ കേസിൽ കോസ്റ്റ് എന്റെ എമൗണ്ട്, കോസ്റ്റ് ബിയുടെ എമൗണ്ട്, കോസ്റ്റ് സിയുടെ എമൗണ്ട്, കോസ്റ്റ് ഡിയുടെ എമൗണ്ട് അല്ലെ. നമുക്കൊരു കാര്യം നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാര്യം നമുക്ക് ഷുവർ ആയിട്ട് പറയാൻ പറ്റുന്നത് എന്താണെന്ന് പറയടാ. കോസ്റ്റ് ബി എന്ത് കോസ്റ്റ് ആണ്? ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അത് തീരുമാനിക്കണം. കോസ്റ്റ് ബി എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് കോസ്റ്റ് ബി ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ട് മാറിയത്? കാരണം 25,000 യൂണിറ്റിലും 50,000 യൂണിറ്റിലും 70,000 യൂണിറ്റിലും കോസ്റ്റ് ബി നോക്കിക്കേ എപ്പോഴും 7,500 എല്ലാം ഡോളറിലാട്ടോ. അവിടെ മുകളിൽ ഡോളർ ഇട്ടിട്ടുള്ളൂ, അടിയിൽ ഡോളർ ഇട്ടിട്ടില്ല. അതിന്റെ അർത്ഥം എല്ലാം ഡോളർ ആണെന്നുള്ള അസംഷൻ ആണ് കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ നോക്കിക്കേ 7,500 അല്ലെ. അപ്പൊ എന്തിന് മാറ്റില്ല? എന്തിൽ മാറ്റില്ല? കോസ്റ്റ് മാറുന്നില്ല. 25,000 യൂണിറ്റ് ഉള്ളപ്പോഴും 7,500 ആണ്, 50,000 യൂണിറ്റ് ഉള്ളപ്പോഴും 7,500 ആണ്, 75,000 യൂണിറ്റ് ഉള്ളപ്പോഴും 7,500 ആണ്. അപ്പൊ എന്തിൽ മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തിൽ മാറ്റം വരുന്നില്ല? ഫിക്സ്ഡ് കോസ്റ്റിൽ മാറ്റം, ടോട്ടൽ എമൗണ്ട് മാറുന്നില്ല. ഇത് ടോട്ടൽ എമൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്, എല്ലാം ഓക്കെ. അപ്പോൾ കോസ്റ്റ് മാറുന്നില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ബി എന്തായാലും ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അപ്പൊ ബിന്റെ കാര്യം തീരുമാനമായി. ബി ഏത് കോസ്റ്റ് ആണ് എന്ന് പറഞ്ഞേ. ഇവിടെ ബി ഏത് കോസ്റ്റ് ആണ്? ഫിക്സ്ഡ് കോസ്റ്റ് ആണെന്ന് തീരുമാനമായി. ഓക്കെ, അതിന് ബാക്കിയുള്ള എ ആവട്ടെ, എ മാറുന്നുണ്ട് അല്ലെ, സി മാറുന്നുണ്ട്, ഡിയും മാറുന്നുണ്ട്. അപ്പൊ എയും സിയും ഡി ഒന്നും ഏതല്ല, എയും സിയും ഡി ഒന്നും ഏതല്ല എന്ന് പറഞ്ഞാൽ ഏതല്ല? ഫിക്സ്ഡ് കോസ്റ്റ് അല്ല. അപ്പൊ ഒന്നെങ്കിൽ വേരിയബിൾ ആയിരിക്കും അല്ലെങ്കിൽ മിക്സ്ഡ് ആയിരിക്കും. നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ നമുക്ക് എ നോക്കാം. എന്റെ കേസ് നോക്കാം. എ നോക്കിക്കേ, 25,000 യൂണിറ്റ് ഉള്ളപ്പോ 3,250 ആണ്. 50,000 യൂണിറ്റ് ഉള്ളപ്പോൾ 5,250 ആണ്. 75,000 യൂണിറ്റ് ഉള്ളപ്പോൾ 7,250 ആണ്. അപ്പൊ അല്ലെ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് 50,000 നിന്ന് 25,000 നിന്ന് 50,000, 50,000 നിന്ന് 70,000 ഇങ്ങനെ കൂടുന്നുണ്ട്. അപ്പൊ കോസ്റ്റും എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലെ. സോ ഒരു കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻ ഉണ്ടല്ലോ. ഒന്നെന്താവണം അല്ലെ. ഒന്നാമത്തെ കണ്ടീഷൻ ടോട്ടൽ യൂണിറ്റ് കൂടുന്നതിനനുസരിച്ച് കൂടണം. യൂണിറ്റ് കൂടുന്നതനുസരിച്ച് കൂടുന്നുണ്ട്. ഓക്കെ, ഇനി പെർ യൂണിറ്റ് സെയിം ആയിട്ട് നിൽക്കണം. അതാണ് മെയിൻ കണ്ടീഷൻ. പെർ യൂണിറ്റ് സെയിം ആയിട്ട് നിൽക്കണം. എങ്ങനെ പെർ യൂണിറ്റ് കാണാം? ഒന്ന് ഡിവൈഡ് ആക്കി നോക്കി അല്ലെ. 3,250 ഡിവൈഡ് ബൈ 25,000, അതുപോലെ 5,250 ഡിവൈഡ് ബൈ 50,000. പെർ യൂണിറ്റ് ഒരു യൂണിറ്റ് ആണ്. യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നോക്കിക്കേ, നോക്കാം. 3,250 ഡിവൈഡഡ് ബൈ 25,000 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 0.13 ആണ് അല്ലെ. എത്ര കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ 0.13 ആണ് കിട്ടുന്നത്. അടുത്ത കേസിൽ നോക്കിക്കേ, 5,250 ഡിവൈഡഡ് ബൈ 50,000 ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്ര? അപ്പോൾ എനിക്ക് കിട്ടുന്നത് 0.105 ആണ്. ക്ലിയർ. അപ്പൊ ആദ്യം പെർ യൂണിറ്റ് 0.13 ആയിരുന്നു. രണ്ടാമത്തെ കേസിൽ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയത് 0.105 ആണ്. അപ്പൊ പെർ യൂണിറ്റ് മാറുന്നുണ്ട്. അപ്പൊ പെർ യൂണിറ്റ് മാറുന്നുണ്ടെങ്കിൽ അത് ഏത് കോസ്റ്റ് ആയിരിക്കും? പെർ യൂണിറ്റ് മാറുന്നുണ്ടെങ്കിൽ ഒരിക്കലും വേരിയബിൾ കോസ്റ്റ് ആയിട്ട് മാറൂല. അപ്പൊ ഒരു കാര്യം തീരുമാനമായി. അപ്പൊ എ എന്ന് പറഞ്ഞ കോസ്റ്റ് എന്ത് കോസ്റ്റ് ആണ്? മിക്സ്ഡ് കോസ്റ്റ് ആണ് അല്ലെ. മിക്സ്ഡ് കോസ്റ്റ് ആണെന്ന് പറഞ്ഞത് അല്ലെ. മിക്സ്ഡ് കോസ്റ്റ് ആണെന്ന് മനസ്സിലായി. ക്ലിയർ അല്ലേ? എ എന്ന് പറഞ്ഞ കോസ്റ്റ് മിക്സ്ഡ് കോസ്റ്റ് ആണ്. ക്ലിയർ? യെസ്, ഓക്കെ. സോ അല്ലെ ഇവിടെ ചോദിക്കുന്നത് വാട്ട് ആർ ദ കോസ്റ്റ് ബിഹേവിയർ ഓഫ് എ ബി സി ഡി റെസ്പെക്റ്റീവ്ലി. അപ്പൊ എഡിയും ബിഡിയും സിഡിയും അല്ലെ ബിഹേവിയർ അല്ലെ വേരിയബിൾ ആണോ ഫിക്സ്ഡ് ആണോ മിക്സ്ഡ് ആണോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ എ മിക്സ്ഡ് ആണെന്ന് മനസ്സിലായി, ബി ഫിക്സ്ഡ് ആണെന്ന് മനസ്സിലായി. ഇനി സിന്റെ കേസിൽ സി അങ്ങനെ ചെയ്യാണ്ട് അല്ലെ. സി നോക്കിക്കേ, യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് 20,000 നിന്ന് 50,000, 50,000 നിന്ന് 70,000 യൂണിറ്റ്സ് കൂടുന്നതനുസരിച്ച് കോസ്റ്റ് കൂടുന്നുണ്ട് അല്ലെ. എങ്ങനെയാ അല്ലെ? 2,750, 5,500 അല്ലെ, അതേപോലെ 8,250 കോസ്റ്റ് കൂടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് വേരിയബിൾ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വേരിയബിൾ ആവണമെങ്കിൽ മെയിൻ കണ്ടീഷൻ എന്താ? പെർ യൂണിറ്റ് സെയിം ആയിട്ട് നിൽക്കണം. കോസ്റ്റ് പെർ യൂണിറ്റ് സെയിം ആയിട്ട് നിൽക്കണം. അപ്പൊ നമുക്ക് നോക്കാം കോസ്റ്റ് പെർ യൂണിറ്റ് സെയിം ആയിട്ട് നിൽക്കുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കോസ്റ്റ് പെർ യൂണിറ്റ്
എന്ന് പറഞ്ഞേ കോസ്റ്റ് പെർ യൂണിറ്റ് സെയിം ആയിട്ട് നിൽക്കുന്നുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ കോസ്റ്റ് പെർ യൂണിറ്റ് കാണാം? 2750 ഡിവൈഡ് ബൈ 25000, 5500 ഡിവൈഡ് ബൈ 50000, 8250 ഡിവൈഡ് ബൈ 75000. നമുക്ക് നോക്കാം. ഓക്കെ, സോ 2750 ഡിവൈഡഡ് ബൈ 25000 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 0.11 ആണ് കിട്ടുന്നത്. 0.11 ആണ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത കേസിൽ 5500 ഡിവൈഡഡ് ബൈ 50000, അപ്പോൾ എനിക്ക് കിട്ടുന്നത് 0.11 ആണ് അല്ലേ? യെസ്. ആൻഡ് ലാസ്റ്റ് കേസിൽ 8250 ഡിവൈഡഡ് ബൈ 75000 ചെയ്യാം. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 0.11 ആണ് അല്ലെ? അപ്പൊ 0.11 പെർ യൂണിറ്റ് സെയിം ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ പെർ യൂണിറ്റ് സെയിം ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം കോസ്റ്റ് സി ഏത് ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ്? വേരിയബിൾ കോസ്റ്റ് ആണ്. സോ കോസ്റ്റ് സി ഏതാണ് എന്ന് പറഞ്ഞേ? വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പൊ കോസ്റ്റ് സി ഏതാണെന്ന് മനസ്സിലായി, ഏതാണ്? വേരിയബിൾ കോസ്റ്റ് ആണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ കോസ്റ്റ് സിന്റെ കാര്യം തീരുമാനമായി. അപ്പൊ ഇനി കോസ്റ്റ് ഡി അല്ലെ? കോസ്റ്റ് ഡി നമുക്ക് നോക്കാം അല്ലെ? കോസ്റ്റ് ഡി നമുക്കൊന്ന് നോക്കാം. എല്ലാവരും നോക്കൂ. കോസ്റ്റ് ഡിയും എന്ത് ചെയ്യുന്നുണ്ട്? യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് അല്ലെ 25000, 50000, 75000 അങ്ങനെ യൂണിറ്റ്സ് കൂടുന്നുണ്ട്. യൂണിറ്റ്സ് കൂടുമ്പോൾ കോസ്റ്റ് കൂടുന്നുണ്ട് അല്ലെ? കോസ്റ്റ് ഇങ്ങനെ കൂടി പോകുന്നുണ്ട് അല്ലെ? 1750, 2500, 3000 കൂടി പോകുന്നുണ്ട്. ഇനി നമുക്ക് പെർ യൂണിറ്റ്സും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. പെർ യൂണിറ്റ്സും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്നാൽ ശ്രദ്ധിക്കുക, പെർ യൂണിറ്റ് എങ്ങനെ കാണാം? ഒന്ന് പെർ യൂണിറ്റ് എങ്ങനെ കാണാം? അല്ലെ 1750 ഡിവൈഡ് ബൈ 25000, 2500 ഡിവൈഡ് ബൈ 50000, 3000 ഡിവൈഡ് ബൈ അല്ലെ 75000. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, 1750 ഡിവൈഡഡ് ബൈ 25000 എന്ന് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 0.07 ആണ്. 0.07 ആണ് കിട്ടുന്നത് പെർ യൂണിറ്റ്. രണ്ടാമത്തെ കേസിൽ 2500 ഡിവൈഡഡ് ബൈ 50000 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 0.05 ആണ് അല്ലെ? അപ്പൊ പെർ യൂണിറ്റ് മാറുന്നുണ്ട്. അപ്പൊ പെർ യൂണിറ്റ് മാറുന്നുണ്ടെങ്കിൽ ഏതല്ല? ഫിക്സഡ് കോസ്റ്റ് അല്ല എന്ന് ആദ്യമേ തീരുമാനമായി. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് അല്ല എന്ന് ആദ്യമേ തീരുമാനമായി. ഇപ്പൊ വേരിയബിൾ കോസ്റ്റും അല്ല തീരുമാനമായി. അപ്പൊ ഫിക്സഡ് കോസ്റ്റും അല്ല, വേരിയബിൾ കോസ്റ്റും അല്ലെങ്കിൽ പിന്നെ ഏതായിരിക്കും? നീ പറ. വേരിയബിൾ കോസ്റ്റ് അല്ലെ? ഫിക്സഡ് കോസ്റ്റ് അല്ല എന്ന് ആദ്യമേ കൺഫേം ആയി. പെർ യൂണിറ്റ് മാറുന്നത് കൊണ്ട് ഏതുമല്ല, വേരിയബിൾ കോസ്റ്റും അല്ല തീരുമാനമായി. സോ ഫിക്സഡ് കോസ്റ്റും അല്ല, വേരിയബിൾ കോസ്റ്റും അല്ല, പിന്നെ ഏത് ടൈപ്പ് ഓഫ് കോസ്റ്റ് ആയിരിക്കും? പറ. പിന്നെ മിക്സ്ഡ് കോസ്റ്റ് ആയിരിക്കും. അപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഏത് ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ്? ഏത് ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ് അല്ലെ? മിക്സ്ഡ് ആണ്. ബി ഏതാണ് അല്ലെ? ഫിക്സ്ഡ് ആണ്. സി ഏതാണ്? പറ. വേരിയബിൾ ആണ്. ഡി ഏതാണ്? മിക്സ്ഡ് ആണ്. അപ്പൊ എങ്ങനെ വരിക? മിക്സ്ഡ്, ഫിക്സ്ഡ്, വേരിയബിള് അല്ലെ? മിക്സ്ഡ്, ഫിക്സ്ഡ് അല്ലെ? വേരിയബിൾ മിക്സ്ഡ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആദ്യത്തെ കോസ്റ്റ് മിക്സ്ഡ് ആണ്. രണ്ടാമത്തെ ബി എന്ന് പറഞ്ഞ കോസ്റ്റ് ഫിക്സ്ഡ് ആണ്. സി എന്ന് പറഞ്ഞ കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് ഡി എന്ന് പറഞ്ഞ കോസ്റ്റ് മിക്സ്ഡ് കോസ്റ്റ് ആണ്. സോ ഓർഡർ അല്ലെ? മിക്സ്ഡ് കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, മിക്സ്ഡ് കോസ്റ്റ്. സോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. ക്ലിയർ അല്ലേ? ഇതൊക്കെ എക്സാംസിന് ചോദിക്കുന്ന അല്ലെങ്കിൽ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ അല്ലെ അടിപൊളിയായിട്ടുണ്ട്. ഇനി കിട്ടിയിട്ടില്ലെങ്കിലും മക്കളെ അടിപൊളിയായിട്ടുണ്ട്. കാരണം നമ്മൾ എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അല്ലെങ്കിൽ അടുത്തതല്ലെങ്കിൽ അതിന്റെ അടുത്തത് നമ്മൾ ചെയ്യും. നമ്മൾ എന്തായാലും പഠിച്ചെടുക്കുന്നുണ്ടല്ലോ, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചെടുക്കുന്നുണ്ടല്ലോ, അതിലാണ് കാര്യം. ഓക്കെ, ഫസ്റ്റ് ടൈം കിട്ടുന്നത് നമ്മുടെ ലെക്കാണ്. ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ലെക്കാണ്. സോ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നിങ്ങളത് മനസ്സിലാക്കുക, എന്നിട്ട് നെക്സ്റ്റ് ടൈം അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണ് കാര്യങ്ങൾ പഠിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതുപോലത്തെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലെ? ഇനി ഇതുപോലത്തെ ഒരു ചോദ്യം വന്നാൽ എങ്ങനെ ചെയ്യാന്നുള്ള ഐഡിയ കിട്ടിയ അത് മതി നമുക്ക്. ക്ലിയർ? അത്ര മതി. ഓക്കെ, യെസ്. സോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അപ്പൊ ഇത് കാര്യം മനസ്സിലായില്ലേ? അപ്പൊ കോസ്റ്റുകൾ വേരിയബിൾ ആണോ, ഫിക്സ്ഡ് ആണോ, മിക്സ്ഡ് ആണോ എന്ന് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ മനസ്സിലായി. ഇവിടെ മിക്സ്ഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. മിക്സ്ഡിൽ തന്നെ സെമി വേരിയബിളും ഉണ്ട്, സെമി ഫിക്സ്ഡും ഉണ്ട് അല്ലെ? മിക്സ്ഡിൽ തന്നെ സെമി വേരിയബിൾ ഉണ്ട്, സെമി ഫിക്സ്ഡും ഉണ്ട്. ആ മിക്സ്ഡിൽ അത് എത്രയാണ് സെമി വേരിയബിൾ എന്നുള്ളതും എത്രയാണ് സെമി ഫിക്സ്ഡ് അല്ലെ മിക്സ്ഡിൽ അത് മിക്സ്ഡ് ആണെന്നേ മനസ്സിലായത്. ആ മിക്സ്ഡിൽ ഇത് സെമി വേരിയബിൾ ആണോ അല്ലെങ്കിൽ സെമി ഫിക്സ്ഡ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ സെമി വേരിയബിൾ ആവാം അല്ലെങ്കിൽ സെമി ഫിക്സ്ഡ് ആവാം. സെമി വേരിയബിൾ ആണെങ്കിലും സെമി ഫിക്സ്ഡ് ആണെങ്കിലും ഒക്കെ തന്നെയാണ്, മിക്സ്ഡ് കോസ്റ്റ് തന്നെയാണ്. അപ്പൊ മിക്സ്ഡ് എന്ന് പറഞ്ഞാൽ മതി അല്ലെ? അത് ഒന്നെങ്കിൽ സെമി വേരിയബിൾ ആയിരിക്കാം അല്ലെങ്കിൽ അത് സെമി ഫിക്സ്ഡ് ആയിരിക്കാം. അത് ഏതോ ആവാം, നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ക്ലിയർ? യെസ്. ഓക്കെ, സോ കൻ ഐ മൂവ് ടു നെക്സ്റ്റ്? യെസ്. സോ ഇത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം, നിങ്ങൾ ആൻസർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവണം. സോ നമുക്ക് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് മക്കളെ ഇത്. ക്ലിയർ? സോ ദ സെയിം മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. എല്ലാവരും നന്നായിട്ട് നിങ്ങളുടെ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തൊരു ഓപ്ഷൻ ഉണ്ട് അല്ലെ? ഓപ്ഷൻ ഒക്കെ എഴുതാം. അതിന് മുന്നേ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യനും ഓപ്ഷനും ഒന്ന് എല്ലാവരും എഴുതിക്കേ. ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യനും ഓപ്ഷനും എഴുതും. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്യും. സ്വന്തമായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇവിടെ കോസ്റ്റ് എ ബി സി ഡി ഉണ്ട്. അപ്പൊ എ ബി സി ഡി അത് വേരിയബിൾ ആണോ, ഫിക്സ്ഡ് ആണോ, മിക്സ്ഡ് ആണോ? അവിടെ മിക്സ്ഡിന് പകരം സെമി വേരിയബിൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ സെമി വേരിയബിൾ എന്ന് വെച്ചാൽ മിക്സ്ഡ് ആണ്. ഓക്കെ, യെസ്. ഓക്കെ, സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം, ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, യെസ്. ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും എഴുതിയിട്ടുണ്ടാവണം കേട്ടോ. സോ ഓപ്ഷൻസിൽ ഡി കാണുന്നില്ല, ഡി ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഡി അതും കൂടി എഴുതിക്കോ.
സോ നിങ്ങൾ കൃത്യമായിട്ട് അല്ലെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യനും ഓപ്ഷനും എഴുതി അത് ആൻസർ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, യെസ്. സോ മക്കളെ ക്ലിയർ അല്ലേ? സോ ഓക്കെ, ഈ നിങ്ങൾ ചെയ്ത അപ്പോൾ നിങ്ങൾ ആൻസർ ഒക്കെ ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾ ചെയ്ത ആൻസർ ശരിയാണോ നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്തു തരാം, നന്നായി ശ്രദ്ധിച്ചിരിക്കുക, ഒന്ന് വായിച്ചു നോക്കാം. അല്ലെ അല്ലെ ഫൗളർ സിഒ എന്ന് വെച്ചാൽ അല്ലെ കോർപ്പറേഷൻ, അല്ലെ കോർപ്പറേഷൻ എന്നുള്ളതാണ് അർത്ഥം. ഇനിവേ കമ്പനി, കോർപ്പറേഷൻ മീൻസ് കമ്പനി എന്നാണ് അർത്ഥം. അതിലൊന്നും കാര്യമില്ല, ജസ്റ്റ് വായിച്ചു പോയാൽ മതി. Provide the following summary of the total budgeted production cost at the 3 production level. 3 production level ഉദ്ദേശിക്കുന്ന 1000 യൂണിറ്റിന്റെ കേസ് ഉണ്ട്, 1500 യൂണിറ്റിന്റെ കേസ് ഉണ്ട്, 2000 യൂണിറ്റിന്റെ കേസ് ഉണ്ട്. ഓക്കെ, അതാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ അതാണ് നമുക്ക് മെയിൻ കാര്യങ്ങൾ വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 3 യൂണിറ്റിന്റെ കേസുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, കോസ്റ്റ് എ ബി സി ഡി ഉണ്ട്. ഈ ചോദ്യം എന്താ? കോസ്റ്റ് ബിഹേവിയർ ഓഫ് ഈച്ച് കോസ്റ്റ് ഓഫ് എ ത്രൂ ഡി. എ ത്രൂ ഡി മീൻസ് എയും ബിയും സിയും ഡിയും അല്ലെ റെസ്പെക്റ്റീവ്ലി ഈസ് അല്ലെ ഓരോന്ന് ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഒരു കാര്യം കണ്ടും പൂട്ടി പറയാം. സി ഏതാണ്? നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം ആൻസർ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് നിങ്ങൾ അതിന്റെ ആൻസർ ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. കോസ്റ്റ് സി എന്തായാലും ഏത് കോസ്റ്റ് ആണ്? ഫിക്സഡ് കോസ്റ്റ് ആണ്. അതിൽ ഉറപ്പാണ്. കാരണം എന്താ? എല്ലാ കേസിലും എത്രയാണ്? 1000 അല്ലെ? അപ്പൊ കോസ്റ്റ് സി എന്തായാലും ഏത് കോസ്റ്റ് ആണെന്ന് മനസ്സിലായി. കോസ്റ്റ് സി എന്തായാലും ഏത് കോസ്റ്റ് ആണെന്ന് മനസ്സിലായി. ഫിക്സഡ് കോസ്റ്റ് ആണെന്ന് മനസ്സിലായി. അതിൽ തീരുമാനമില്ല, അതിൽ ഉറപ്പാണ്. ക്ലിയർ? യെസ്. ഇനി ബാക്കിയുള്ള കോസ്റ്റുകളൊന്നും ഏതെല്ലാം എന്തായാലും കോസ്റ്റ് എ മാറുന്നുണ്ട്, കോസ്റ്റ് ബിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, കോസ്റ്റ് ഡിയിലും മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലെ? അപ്പൊ കോസ്റ്റ് എയും ബിയും ഡിയും എന്തായാലും ഏതല്ല? ഫിക്സഡ് കോസ്റ്റ് അല്ല. ഫിക്സഡ് കോസ്റ്റ് ഏത് മാത്രമാണ്? ഇവിടെ സി മാത്രമാണ് അല്ലെ? ഇനി എയും ബിയും ഡിയും എന്താ നമുക്ക് നോക്കാം. ഓക്കെ, എ നമുക്ക് ഫസ്റ്റ് നോക്കാം. എന്റെ കേസിൽ അല്ലെ നമുക്ക് വേരിയബിൾ കോസ്റ്റ് എന്തായാലും ഫിക്സഡ് കോസ്റ്റ് അല്ല. അപ്പൊ ഒന്നെങ്കിൽ വേരിയബിൾ അല്ലെങ്കിൽ മിക്സഡ്, ഒന്നെങ്കിൽ വേരിയബിൾ അല്ലെങ്കിൽ മിക്സഡ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം വേരിയബിൾ ആണെന്ന് ചെക്ക് ചെയ്യുക. വേരിയബിൾ ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? പെർ യൂണിറ്റ് കണ്ടുപിടിച്ച് നോക്കുക. പെർ യൂണിറ്റ് സെയിം ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് ഏതായിരിക്കും? വേരിയബിൾ ആയിരിക്കും. ഒന്ന് നോക്കിക്കേ, പെർ യൂണിറ്റ് സെയിം ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് വേരിയബിൾ ആയിരിക്കും. എങ്ങനെ പെർ യൂണിറ്റ് കാണാം? ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക, ഓരോന്നും തമ്മിൽ ഡിവൈഡ് ചെയ്യുക അല്ലെ? ഡിവൈഡ് ചെയ്യാൻ അറിയില്ല? യെസ്. സോ ഡിവൈഡ് ചെയ്ത് നോക്കിയേ, 1420 ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 1.42 ആണ് അല്ലെ? 1.42 കിട്ടും, 1.42 കിട്ടും അല്ലെ? യെസ്. അടുത്ത കേസിൽ 2230 ഡിവൈഡ് ബൈ 1500 ചെയ്യുമ്പോഴും എനിക്ക് കിട്ടുന്നത് 1.42 ആണ്. 1.42 ആണ് വരുന്നത്. അടുത്ത കേസിൽ 2840 ഡിവൈഡഡ് ബൈ അല്ലെ 2000 ചെയ്യുമ്പോഴും എനിക്ക് കിട്ടുന്നത് 1.42 ആണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി അല്ലെ? എപ്പോഴും പെർ യൂണിറ്റ് 1.42 സെയിം ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ കോസ്റ്റ് എ ഏതാണെന്ന് മനസ്സിലായി. വേരിയബിൾ കോസ്റ്റ് ആണെന്ന് മനസ്സിലായി അല്ലെ? അപ്പൊ കോസ്റ്റ് എ വേരിയബിൾ ആണെന്ന് മനസ്സിലായി. ക്ലിയർ അല്ലേ? കാരണം പെർ യൂണിറ്റ് എല്ലപ്പോഴും സെയിം ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അത് തീരുമാനമായി. അപ്പൊ കോസ്റ്റ് എയുടെ കാര്യം തീരുമാനമായി. ഇനി കോസ്റ്റ് ബിയുടെ കാര്യത്തിലും നമ്മൾ പെർ യൂണിറ്റ് ഒന്ന് കണ്ടുപിടിച്ചോക്കാം. എന്നാലും ഫിക്സഡ് അല്ല. അപ്പൊ പെർ യൂണിറ്റ് സെയിം ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ വേരിയബിൾ ആയിരിക്കും. ഇനി വേരിയബിൾ അല്ലെങ്കിൽ അത് ഏതായിരിക്കും? മിക്സഡ് ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നോക്കാം. നോക്കിയാൽ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി. ക്ലിയർ? അപ്പൊ 1550 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ എനിക്ക് 1.55 ആണ് കിട്ടുന്നത്. 1.55. ക്ലിയർ? 1.55 കിട്ടും. അല്ല, അടുത്ത കേസിൽ 2200 ഡിവൈഡഡ് ബൈ 1500 ചെയ്യുമ്പോഴും എനിക്ക് 1.46 സംതിങ് ആണ് കിട്ടുന്നത് അല്ലെ? 1.466 സംതിങ് ആണ് കിട്ടുന്നത്. പെർ യൂണിറ്റ് മാറുന്നുണ്ടെങ്കിൽ അപ്പൊ കോസ്റ്റ് ബിയുടെ കേസിൽ പെർ യൂണിറ്റ് മാറ്റം വരുന്നുണ്ട്. സോ പെർ യൂണിറ്റ് മാറ്റം വരുന്നുണ്ടെങ്കിൽ, പെർ യൂണിറ്റ്സിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ ആ കോസ്റ്റ് എന്താണ്? വേരിയബിൾ അല്ല. സോ വേരിയബിളും അല്ല ഫിക്സ്ഡും അല്ലെങ്കിൽ പിന്നെ ഏതാണ് മോനെ? വേരിയബിളും അല്ല ഫിക്സ്ഡും അല്ലെങ്കിൽ പിന്നെ അത് ഏതായിരിക്കും? മിക്സ്ഡ് ആയിരിക്കും അല്ലെ? മിക്സ്ഡ് കോസ്റ്റ് ആയിരിക്കും. സോ മിക്സ്ഡിൽ ഒന്നെങ്കിൽ സെമി വേരിയബിൾ ആയിരിക്കും അല്ലെങ്കിൽ സെമി ഫിക്സ്ഡ് ആയിരിക്കും. നമുക്ക് ഓപ്ഷൻ നോക്കിയിട്ട് ചെയ്യാം. എന്തായാലും മിക്സ്ഡ് ആണ്. ഓക്കെ, യെസ്. ഇനി കോസ്റ്റ് ഡിയും ഒന്ന് ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കി. എങ്ങനെ ഡിവൈഡ് ചെയ്യാറിയില്ല? എങ്ങനെ ഡിവൈഡ് ചെയ്യാന്നറിയില്ല? യെസ്, ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി. യെസ്, എല്ലാം 3 കേസ് ഒന്ന് ഡിവൈഡ് ചെയ്ത് ഞാൻ ചെയ്ത് നോക്കിക്കോ. 1630 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 1.63 ആണ് കിട്ടുന്നത് അല്ലെ? 1.63. ക്ലിയർ? യെസ്. അടുത്തത് 2445 ഡിവൈഡഡ് ബൈ 1500 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നതും അപ്പോഴും 1.63 തന്നെയാണ് കിട്ടുന്നത്. ആൻഡ് ദ ലാസ്റ്റ് കേസിൽ 3260 ഡിവൈഡഡ് ബൈ 2000 ചെയ്യുമ്പോഴും എനിക്ക് കിട്ടുന്നത് 1.63. അപ്പൊ എപ്പോഴും കിട്ടുന്നത് 1.63. സോ അപ്പൊ കോസ്റ്റ് ഡി പെർ യൂണിറ്റ് സെയിം ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ കോസ്റ്റ് ഡി എന്താണ്? വേരിയബിൾ കോസ്റ്റ് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അപ്പൊ അതും തീരുമാനമായി. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അതും തീരുമാനമായി. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ കോസ്റ്റ് എ വേരിയബിൾ ആണ് അല്ലെ? കോസ്റ്റ് എ വേരിയബിൾ ആണ് അല്ലെ? പിന്നെ ഇവിടെ ഓപ്ഷനിൽ മിക്സ്ഡ് എന്നല്ല കൊടുത്തിട്ടുള്ളത്, സെമി വേരിയബിൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. സെമി വേരിയബിൾ ആണെങ്കിലും അത് മിക്സ്ഡ് തന്നെയാണ് അല്ലെ? അപ്പൊ രണ്ടാമത്തത് എന്താണ്? മിക്സ്ഡ് ആണ് അല്ലെ? സെമി വേരിയബിൾ ആണ്. മൂന്നാമത്തത് ഫിക്സ്ഡ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് എന്താണ്? വേരിയബിൾ ആണ് അല്ലെ? അപ്പൊ എന്തൊക്കെയാ? വേരിയബിൾ ആൻഡ് സെമി വേരിയബിൾ ആൻഡ് ഫിക്സ്ഡ്
ആൻഡ് വേരിയബിൾസ്. ഓപ്ഷൻ ബി ആണ് അതിന് ആൻസർ അല്ലെ. ഇവിടെ മിക്സ്ഡ് അല്ല, മിക്സഡിന് പകരം സെമി വേരിയബിൾ എന്ന് കൊടുത്തേ ഉള്ളൂ അല്ലെ. മിക്സ്ഡ് ആണെങ്കിലും സെമി വേരിയബിൾ ആണെങ്കിലും ഒക്കെ ഒന്നും, കാരണം മിക്സ്ഡിൽ വരുന്ന ഒരു കാറ്റഗറി ആണല്ലോ സെമി വേരിയബിൾ അല്ലെ. സെമി വേരിയബിളും എന്താണ്, മിക്സ്ഡ് തന്നെയാണ്. ഓക്കെ, യെസ്, ഓക്കെ. സോ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ അത് മിക്സ്ഡ് ആണെന്നേ പറയാൻ പറ്റുള്ളൂ. സെമി വേരിയബിൾ ആവാം, സെമി ഫിക്സ്ഡ് ആവാം. ഇവിടെ ഓപ്ഷനിൽ സെമി വേരിയബിൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെമി വേരിയബിൾ ആയതുകൊണ്ട് അത് ടിക്ക് ചെയ്തു. ഓക്കെ, അത് മീൻസ് വേറെ സെമി ഫിക്സ്ഡ് ഒന്നും കൊടുത്തിട്ടില്ല. ഇനി അതിൽ നിന്ന് സെമി വേരിയബിൾ ആണോ സെമി ഫിക്സ്ഡ് ആണോ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ മിക്സ്ഡിൽ വരുന്നത് തന്നെയല്ലേ സെമി വേരിയബിൾ, അതുകൊണ്ടാണ് അത് ക്ലിക്ക് ചെയ്തത് കേട്ടോ. യെസ്, ഓക്കെ. സോ ഓപ്ഷൻ ബി ഇതാണ് ഇതിന്റെ ആൻസർ. ക്ലിയർ അല്ലേ എവരിബഡി? ഒന്ന് റിപ്ലൈ ചെയ്തേ. യെസ്, ഓക്കെ, ക്ലിയർ ആണ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഒരുപാട്, നമുക്ക് ടോപ്പിക് മാത്രമല്ല, നമുക്ക് എക്സാംസിന് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളത് എന്താണെന്ന് അറിയാം, ടൈമാണ്. ക്ലിയർ, എക്സാംസിന് നമുക്കറിയാം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ കിട്ടുന്ന സമയം എത്രയാ? ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ കിട്ടുന്നത് 3 hours മാക്സിമം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന് ഉള്ളത് അല്ലെ. 3 hours എന്ന് പറഞ്ഞാൽ 60 എന്ന് പറഞ്ഞാൽ 180 മിനിറ്റ് ആണ് അല്ലെ മക്കളെ, 180 മിനിറ്റ് ആണ്. സോ ഈ 180 മിനിറ്റ്, യെസ്, ഈ 180 മിനിറ്റ് ആണ്. ഈ 180 മിനിറ്റ് കൊണ്ട് നമ്മൾ 100 MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. ക്ലിയർ, കഴിഞ്ഞിട്ട് പിന്നെ 2 essay ഉണ്ട്. അപ്പൊ 180 മിനിറ്റിൽ 100 MCQ ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു MCQ ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടുന്ന ഏകദേശം 1.8 മിനിറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് പോലും ഫുൾ ഇല്ല, 1.8 മിനിറ്റേ കിട്ടുന്നുള്ളൂ. അപ്പോൾ 1.8 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയാം, ഒരു ക്വസ്റ്റ്യൻ വായിച്ച് കാൽക്കുലേഷൻ ചെയ്ത് ആൻസർ ക്ലിക്ക് ചെയ്യണം. ഡെഫിനറ്റ്ലി എനിക്കിപ്പോൾ അറിയാം നിങ്ങൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഒക്കെ എടുക്കുന്നുണ്ടാകും. ക്ലിയർ, അപ്പോൾ നിങ്ങൾ ഡൗട്ട് അടിക്കും, സാറേ നമ്മളിപ്പോൾ എക്സാംസിന് എങ്ങനെ 1.8 മിനിറ്റ് കൊണ്ടൊക്കെ ഫിനിഷ് ചെയ്യാന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. മക്കളെ, ഇത് നിങ്ങളെല്ലാം ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അല്ലെ ഇത്രയും എക്സ്പീരിയൻസിലാണ് പറയുന്നത്. സോ ഇത് എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. നിങ്ങൾ മാത്രമല്ല, എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. അത് ഇമ്പ്രൂവ് ആക്കണം. ഇമ്പ്രൂവ് ആക്കൽ എങ്ങനെ സാറേ? അത് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യലാണ്. ക്ലിയർ, അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ഒരു ടൈമിലോട് എത്തും. പക്ഷെ അതിന് ടൈം എടുക്കും അല്ലെ. ഇന്നത്തോ നാളെത്തോ എന്ന് വെച്ചാൽ എത്തില്ല. ക്ലിയർ, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ആയി സ്കില്ലഡ് ആയിട്ട് മാറണം. അതിനാണ് നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഒരു ടെൻഷൻ അടിക്കേണ്ട, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ക്ലിയർ, ഓരോ ടോപ്പിക്സ് ഇങ്ങനെ കംപ്ലീറ്റ് ആവുന്നതനുസരിച്ച് നമ്മൾ ഒരുപാട് PDF ക്വസ്റ്റ്യൻസ്, സോഫ്റ്റ്വെയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യും. ക്ലിയർ, യെസ്, ഓക്കെ. സോ എനിവേ നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. ഓക്കെ, യെസ്. സോ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ അവിടെ നിൽക്കട്ടെ. അതിന് മുന്നേ ഞാൻ 1-2 സിമ്പിൾ ക്വസ്റ്റ്യൻസ് തരാം. അത് നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കുക, എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്തു. നിങ്ങളുടെ നോട്ട് ബുക്കിൽ എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്തു. ഓക്കെ, യെസ്. സോ എല്ലാവരും നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കുക. ഇതോ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതുട്ടാ. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിന് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു $8 എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് $8 ആണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് $8 ആണ്. എന്നിട്ട് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് TFC ഈസ് ഈക്വൽ ടു $2000. സോ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് $2000 ആണ്. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് ടോട്ടൽ എമൗണ്ടിലാണ് തന്നിട്ടുള്ളത്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിലാണ് തന്നിട്ടുള്ളത് അല്ലേ. സോ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിലാണ്, ഫിക്സ്ഡ് കോസ്റ്റ് ടോട്ടൽ എമൗണ്ടിലാണ് തന്നിട്ടുള്ളത് അല്ലേ. ഇനി ക്വസ്റ്റ്യൻ എഴുതിക്കോ, ഫൈൻഡ് എന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഫൈൻഡ് ദ ടോട്ടൽ കോസ്റ്റ് ടു പ്രൊഡ്യൂസ് find the total cost to produce 1500 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1500 യൂണിറ്റ് ഉണ്ടാക്കാൻ വരുന്ന ടോട്ടൽ കോസ്റ്റ് ആണ് നിങ്ങളോട് ചോദിക്കുന്നത്. ക്ലിയർ, സോ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഒന്ന് വീഡിയോ പോസ് ചെയ്യടാ, പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ പോസ്റ്റ് ചെയ്യണേ, പോസ്റ്റ് ചെയ്യും. സോ ഇനി നിങ്ങളൊന്ന് ചെയ്തേ, ഫൈൻഡ് ദ ടോട്ടൽ കോസ്റ്റ് ടു പ്രൊഡ്യൂസ് 1500 യൂണിറ്റ്. സോ 1500 യൂണിറ്റ് ഉണ്ടാക്കാൻ വരുന്ന ടോട്ടൽ കോസ്റ്റ് എത്രയെന്നാണ് നിങ്ങളോട് ചോദിച്ചത്. ഒന്ന് ട്രൈ ചെയ്ത് ചെയ്തേ. യെസ്, സോ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. എനിവേ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തുതരാം. ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല, ഇല്ലെങ്കിലും പ്രശ്നമില്ല. എവിടെ നോക്കൂ അല്ലെ, എവിടെ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഐ വിൽ ഹെൽപ്പ് യു, ലിസൺ. സോ ഇവിടെ ചോദിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് ആണ്. സോ ടോട്ടൽ കോസ്റ്റിന്റെ ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം. ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റും അല്ലെ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതല്ലേ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് അല്ലെ. സോ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. സോ ഇവിടെ നമുക്ക് വേരിയബിൾ കോസ്റ്റ് നമുക്ക് അറിയാം. നോക്കിയാൽ വേരിയബിൾ കോസ്റ്റിന്റെ കേസിൽ പെർ യൂണിറ്റ് എത്രയാണ്? 8 ആണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 8 ആണ്. സോ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 8 എല്ലാപ്പോഴും സെയിം ആയിരിക്കും. എല്ലാപ്പോഴും എത്ര യൂണിറ്റ് ആണെങ്കിലും അത് 8 തന്നെ ആയിരിക്കും. സോ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എങ്ങനെ കാണുക? പെർ യൂണിറ്റ് 8 ആണ്. അപ്പോൾ 1500 യൂണിറ്റിന് 8 × 1500 എത്ര കിട്ടും? പറ, 8 × 1500 അല്ലെ. 8 × 1500 ഈസ് ഈക്വൽ ടു 12,000 എന്ന് കിട്ടും. ക്ലിയർ, 8 × 1500 അല്ലെ എത്ര കിട്ടുക? 12,000 എന്ന് കിട്ടും അല്ലെ. ഡോളർ ആട്ടോ, എല്ലാം ഡോളറാണ്. $12,000 എന്ന് കിട്ടും വേരിയബിൾ കോസ്റ്റ്. ആൻഡ് ഫിക്സ്ഡ് കോസ്റ്റിന്റെ ടോട്ടൽ എമൗണ്ട് പിന്നെ നമുക്ക് അല്ലെ എപ്പോഴും സെയിം 1500 ആണെങ്കിലും 1200 ആണെങ്കിലും ജനറലി ഫിക്സ്ഡ്, കാരണം റെലവന്റ് റേഞ്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, റെലവന്റ് റേഞ്ചിനെ കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഫിക്സ്ഡ് കോസ്റ്റ് എപ്പോഴും സെയിം ആയിട്ട് നിൽക്കും. ഓക്കെ, യെസ്. സോ എത്രയായിരിക്കും? 2000 ആയിരിക്കും ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ്.
സോറി, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് അല്ല, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 12,000-ഉം 2,000-ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ $14,000 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് എ ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, ദാറ്റ്സ് എ ഫൈനൽ ആൻസർ. 14,000 ആണ് ആൻസർ. സോ ദാറ്റ് ഈസ് എ ടോട്ടൽ കോസ്റ്റ്. സോ 14,000 ആണ് ടോട്ടൽ കോസ്റ്റ് ടു പ്രൊഡ്യൂസ് 1,500 യൂണിറ്റ്. അപ്പോൾ 1,500 യൂണിറ്റിന്റെ ടോട്ടൽ കോസ്റ്റ് എത്ര ചോദിച്ചാൽ എത്രയാണ്? 14,000 ആണ്. വെരി സിമ്പിൾ അല്ലേ? കണ്ടുപിടിച്ചത് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചില്ലേ? യെസ്. ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാ? ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും കൂടി കണ്ടുപിടിക്കുക, എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും അല്ലേ? ഇവിടെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 8 ആണ് അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് 1,500 ആണ്. സോ 1,500 × 8 എത്രയാണ്? 12,000 ആണ്. പിന്നെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇവിടെ 2,000 ആണ്. സോ 2,000-ഉം 12,000-ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 14,000 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് വാട്ട് ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, യെസ്. ഈ ഒരു ചോദ്യം എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഒന്ന് റിപ്ലൈ ചെയ്തേ. യെസ്, ക്ലിയർ ആണെന്ന് എനിക്ക് അറിയാം മക്കളെ, നിങ്ങൾക്ക് ക്ലിയർ ആണ് അല്ലേ? യെസ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റിലോട്ട് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ക്ലിയർ അല്ലേ? ഇത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും തരുന്നു, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും തരുന്നു, എന്നിട്ട് നമ്പർ ഓഫ് യൂണിറ്റ് പറയുന്നു അല്ലേ? യെസ്. അപ്പോൾ അതിന് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റൂടാ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇനി സപ്പോസ് ഈ ക്വസ്റ്റൻ ആൻസർ കിട്ടി, നിങ്ങൾ ക്വസ്റ്റൻ ഇതൊന്നും വേണ്ട, നിങ്ങളൊന്ന് പറഞ്ഞേ. ഇവിടെ 1,500 അല്ല, വേറെ നമുക്ക് സപ്പോസ് ഒരു 1,500 പകരം നമുക്ക് ചോദിക്കുന്നത് ഒരു സപ്പോസ് ഒരു 1,800 യൂണിറ്റ് ആണ്. അപ്പൊ എന്ത് മാറ്റാൻ വരിക? ഇതേപോലെ തന്നെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാം അല്ലെ? 1,500 പകരം ഇവിടെ എത്ര എടുത്താൽ മതി? 1,800 എടുത്താൽ മതി. അപ്പൊ ഏത് മാറൂല? ഫിക്സഡ് കോസ്റ്റ് മാറൂല, പക്ഷെ ഏത് മാറും? നമ്മുടെ അല്ലെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൽ ഒരു മാറ്റം വരും. അപ്പൊ 8 × 1,800 അതായിരിക്കും ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആയിട്ട് വരിക അല്ലെ? എന്നിട്ട് രണ്ടും കൂടി ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ആൻസറിൽ മാറ്റങ്ങൾ വരും. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. എന്ത് മാറൂല? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഒന്നും മാറത്തില്ല. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ഓക്കെ. സോ ഇനി അത് നമ്മൾ അല്ലെ വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. സോ അത് നിങ്ങൾക്ക് ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ നിങ്ങൾക്ക് എക്സാംസിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് ഓരോ മോഡൽ എല്ലാം ഒരേ മോഡലിനെ 10 അറ്റംപ്റ്റ് ചെയ്യില്ല. നമ്മൾ ഒരേ മോഡൽ ഓഫ് ക്വസ്റ്റൻ തന്നെ 10 തവണ ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മൾ വെറൈറ്റി മോഡലുകളാണ് നമ്മൾ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യാം. യെസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ ക്ലിയർ അല്ലേ? യെസ്. ഓരോ ടൈപ്പ് ഞാൻ നിങ്ങൾക്ക് എക്സാംസിന് വരാൻ ചാൻസസ് ഉള്ള എല്ലാ മോഡലും ഇവിടെ പറയും. ക്ലിയർ? എക്സാംസിന് നിങ്ങൾക്ക് വരാൻ ചാൻസസ് ഉള്ള എല്ലാ മോഡലും നമ്മൾ ഇവിടെ കവർ ചെയ്യും. സോ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, വെരി ഗുഡ്. സോ നമുക്ക് അടുത്തൊരു മോഡൽ ചെയ്യാം. അടുത്തൊരു മോഡൽ ഓഫ് ക്വസ്റ്റൻ എഴുതിക്കോ. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ടോട്ടൽ കോസ്റ്റ് ടു പ്രൊഡ്യൂസ്, ഇത് ക്വസ്റ്റൻ ആണ്. ടോട്ടൽ കോസ്റ്റ് ടു പ്രൊഡ്യൂസ് 2,000 units is as follow. അല്ലെ? ടോട്ടൽ കോസ്റ്റ് ടു പ്രൊഡ്യൂസ് 2,000 units is as follow. അപ്പോൾ 2,000 യൂണിറ്റ് ഉണ്ടാക്കാൻ വരുന്ന ടോട്ടൽ കോസ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ വരും എന്ന് പറഞ്ഞാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വരും, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും വരും. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരും. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അപ്പോൾ 2,000 യൂണിറ്റിന്റെ കേസാണ് പറയുന്നത്. 2,000 യൂണിറ്റിന്റെ കേസാണ്. സോ എഴുതിക്കോ. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വരുന്നത് 6,000 ആണ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് വരുന്നത് ഒരു 2,500 ആണ് അല്ലെ? 2,500 ആണ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ അല്ലെ എത്ര? 8,500 ആണ് വരുന്നത് അല്ലെ? $8,500 ആണ് വരുന്നത് അല്ലെ? എന്ത് എത്ര യൂണിറ്റിന്റെ കേസ്? ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ്, അതൊക്കെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അപ്പോൾ 2,000 യൂണിറ്റിന് വരുന്ന ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 8,500 ആണ്. ഓക്കെ, ഇനി ചോദിക്കോ ഫൈൻഡ് അല്ലെ? ചോദ്യമാണ് ഫൈൻഡ് ടോട്ടൽ കോസ്റ്റ് ടു പ്രൊഡ്യൂസ്. Find total cost to produce 1,800 units. എന്ന് പറഞ്ഞാൽ 1,800 യൂണിറ്റ് ഉണ്ടാക്കാനുള്ള ടോട്ടൽ കോസ്റ്റ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നത് 2,000 യൂണിറ്റിന്റെ ടോട്ടൽ കോസ്റ്റ് ആണ് തന്നത്. ഇനി അവർ ചോദിക്കുന്നത് 1,800 യൂണിറ്റിന്റെ ടോട്ടൽ കോസ്റ്റ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 1,800 യൂണിറ്റിന്റെ ടോട്ടൽ കോസ്റ്റ് ആണ് ചോദിക്കുന്നത്. അപ്പൊ തന്നത് എന്താണ് ഒന്ന് പറയാം? തന്നത് 2,000 യൂണിറ്റിന്റെ ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 1,800 യൂണിറ്റിന്റെ ടോട്ടൽ കോസ്റ്റ് എത്ര എന്നുള്ളതാണ് ചോദ്യം ചോദിക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത മക്കളെ, ഒന്ന് ട്രൈ ചെയ്തേ. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്തേ. അല്ല എളുപ്പം ഞാൻ പറഞ്ഞുതരാം, വേണമെങ്കിൽ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം അല്ലെ? 1,800 യൂണിറ്റിന്റെ കേസ്, 1,800 യൂണിറ്റിന്റെ കേസാണ്. ക്ലിയർ? അപ്പൊ 1,800 യൂണിറ്റിന്റെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കാണണം. അതേപോലെ 1,800 യൂണിറ്റിന്റെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കാണണം. രണ്ടും കൂടി ആഡ് ചെയ്താൽ 1,800 യൂണിറ്റിന്റെ ടോട്ടൽ കോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. സോ ട്രൈ യുവർ ബെസ്റ്റ്. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്തേ. യെസ്. സോ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാകും. മേ ബി ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടാവില്ല. എന്തായാലും ഒരു പ്രശ്നവും ഇല്ലടാ. ഓക്കെ, ടെൻഷൻ അടിക്കല്ലേ. ക്ലിയർ? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചില കുട്ടികളുണ്ടാകും ഒരു ചോദ്യം കിട്ടാത്തപ്പോൾ തന്നെ ഡൗൺ ആയി, അയ്യോ എന്നെ കൊണ്ട് പറ്റുന്നില്ലേ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ടെൻഷൻ അടിക്കുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ പോലെ തന്നെ പഠിച്ചു വന്നവരാണ് ഞാനും.
ക്ലിയർ? നിങ്ങളെ പോലെ തന്നെ, അതായത് ഞാനൊരു +2 സയൻസ് ആയിരുന്നു. എൻ്റെ സ്റ്റോറി ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ, ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയാം. ഞാനൊരു +2 സയൻസ് ആയിരുന്നു. +2 സയൻസ് എന്നാണ് ഞാൻ ഈ കോഴ്സ് എടുത്തത്. ക്ലിയർ? സോ 10ാം ക്ലാസ് കഴിഞ്ഞു, +2 സയൻസ് പഠിച്ചു. സോ +2 സയൻസ് പഠിച്ചിട്ടാണ് ഞാൻ ഈ കോഴ്സ് എടുത്തത്. ക്ലിയർ? യെസ്. അപ്പോൾ ഞാൻ ഡിഗ്രി ഡിസ്റ്റൻസ്, ഡിഗ്രിക്കൊന്നും നമ്മൾ കോളേജസിലൊന്നും പോയിട്ടില്ല. ഡിഗ്രി ഞാൻ +2 കൂടി പഠിപ്പ് നിർത്തി. ക്ലിയർ? പിന്നെ ഞാൻ ഡിഗ്രിക്കും PGക്കും ഒന്നും കോളേജിൽ പോയിട്ടില്ല. എല്ലാം ഡിസ്റ്റൻസ് ആയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ട്. ഡിഗ്രിയും PG ഒക്കെ ഡിസ്റ്റൻസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈവൻ നമ്മൾ CMAക്ക് കോച്ചിങ്ങിന് പോലും പോയിട്ടില്ല. സെൽഫായിട്ട് വീട്ടിലിരുന്നിട്ട്, കാരണം അന്നൊന്നും ഇതുപോലത്തെ ഓൺലൈൻ ക്ലാസ്സസ് ഒന്നും ഇല്ല. ക്ലിയർ? ഒരു 2015-16 ആ ഒരു ഇയർ ആയിരുന്നു. സോ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ഇപ്പോഴല്ലേ നമുക്ക് പോപ്പുലർ ആയിട്ട് വന്നത്. ക്ലിയർ? അന്നത്തെ കാലത്ത് ഓൺലൈൻ ഇത്രത്തോളം ഓൺലൈൻ ഉണ്ട്, മീൻസ് നമ്മുടെ മലയാളീസ് ഒന്നും ഇത്രത്തോളം നല്ല രീതിയിലൊന്നും ഇല്ല. സോ അപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ഒന്നും അവൈലബിൾ അല്ല. മാത്രമല്ല നമ്മുടെ സിറ്റീസിലും CMA ഒക്കെ, ഞാൻ എൻ്റെ വീട് നിങ്ങൾക്ക് അറിയാം മലപ്പുറത്താണ്. മലപ്പുറത്ത് ഈവൻ കോട്ടക്കലാണ് എൻ്റെ വീട്. മലപ്പുറം കോട്ടക്കലാണ് എൻ്റെ വീട്. അപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള അടുത്തൊന്നും CMA, കാലിക്കറ്റ് അല്ലെങ്കിൽ കൊച്ചിയിലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള എൻ്റെ സിറ്റീസിലൊന്നും ഇല്ല. മാത്രമല്ല ഞാൻ ട്യൂഷൻസ് എടുക്കുമായിരുന്നു. +2 +1 ട്യൂഷൻ എടുക്കുമായിരുന്നു ആ സമയത്തൊക്കെ. അതായത് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ, മീൻസ് 10ാം ക്ലാസ് പഠിക്കുന്ന സമയം 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് തന്നെ ട്യൂഷൻ എടുക്കും. ക്ലിയർ? അടുത്തുള്ള കോച്ചിങ് സെന്റേഴ്സിലൊക്കെ ട്യൂഷൻ എടുക്കും, സാറ്റർഡേ സെന്റേഴ്സിൽ. അതേപോലെ തന്നെ +1 പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിനും +1ലെ സ്റ്റുഡൻസിനും വേണ്ടി ട്യൂഷൻ എടുക്കുമായിരുന്നു. +2 ഒക്കെ പഠിക്കുമ്പോൾ +1ലെയും 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിന് വീക്കിലി 2-3 ദിവസമൊക്കെ ട്യൂഷൻ എടുക്കുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എമൗണ്ട്സ് ഒക്കെ കിട്ടിയിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിവേ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ടീച്ചിങ്ങിൽ തന്നെ ആയിരുന്നു കുറേ കാലങ്ങളായിട്ട്. അപ്പോൾ എനിക്ക് +2 കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും ടീച്ചിങ്ങിലായിരുന്നു. അപ്പോൾ CMAക്ക് നമ്മൾ സെൽഫായിട്ടാണ് ചെയ്തത്. ക്ലിയർ? വീട്ടിൽ തന്നെ ഇരുന്ന് സെൽഫായിട്ട്. ഈവൻ ഞാൻ +2 സയൻസ് കഴിഞ്ഞിട്ട്, അതായത് ഈവൻ കൊമേഴ്സ് ഒരു നോളജും ഇല്ല. ഡെബിറ്റ് എന്താ, ക്രെഡിറ്റ് എന്താ, അസറ്റ് എന്താ, ഒന്നും അറിയില്ല. അതായത് സീറോ നോളജ് ഞാൻ ഒരുപാട് ഫ്രണ്ട്സിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ട് പല ഡൗട്ട്സുകളും പല ആളുകളോടൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് നമ്മൾ തന്നെ ബുക്സ് വായിക്കും, നമ്മൾ തന്നെ നോട്ട്സ് ഉണ്ടാക്കണം, നമ്മൾ തന്നെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യണം, എന്നിട്ട് നമ്മൾ തന്നെ ചെയ്യണം. അത് ഒരുപാട് എഫോർട്ട് ഇട്ടിട്ടുണ്ടടാ. ക്ലിയർ? എന്നിട്ട് വിത്തിൻ 1 ഇയർ 9 months കൊണ്ട് 9 മാസം കൊണ്ട് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിലും പാർട്ട് 1 എക്സാംസിന് 430 440 അങ്ങനെ ഒരു മാർക്കും ഉണ്ട്. മറ്റതിലും ഒരു 440-50 മാർക്കും അതേതിനും ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. അതായത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എന്നെ കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്റ്റുഡൻസിനും അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മൾ ലാസ്റ്റ് ബാച്ചസ് തന്നെ നമുക്ക് 460 ഒക്കെ നമ്മുടെ ബാച്ചസ് നിന്ന് കുട്ടികൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എങ്ങനെയാണോ പഠിച്ചത് അത് ബേസിക് ലെവലിൽ നിന്നാണ് ഇതേപോലെ നിങ്ങൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ +2 ഇത് പഠിച്ചിട്ടുണ്ട്, അതിന്റെ ബാക്കിയാണ് ഇവിടെ, അല്ലെങ്കിൽ 10 നിങ്ങൾ ഡിഗ്രിയിൽ ഇത്ര പഠിച്ചിട്ടുണ്ട്, അതിന്റെ ബാക്കിയാണ്. ലെവലല്ല, നമ്മൾ ഫ്രം ദ ബേസിക് എന്നാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും വിഷമിക്കേണ്ട, ഡൗൺ ആവണ്ട. നമ്മൾ റെഡിയാക്കി എടുക്കും, നമ്മൾ ഒരുപാട് റെഡിയാക്കി എടുക്കും. ക്ലിയർ? സോ ഡോണ്ട് വെറി, വി വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻസ്. ഓക്കെ? സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. നമ്മളിപ്പോ ഒന്നുമല്ലാത്തവിടത്തുനിന്നാണ് നമ്മൾ ഈ കയറുന്നത്. ക്ലിയർ? ഒന്നുമല്ലാത്ത അല്ലെങ്കിൽ 0 ലെവലിൽ നിന്നാണ് നമ്മൾ മുകളിലോട്ട് കയറുന്നത്. അപ്പൊ അതിന് ടൈം എടുക്കും. ഇതൊരു മാജിക് ഒന്നുമില്ല. ക്ലിയർ? ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ? നമ്മൾ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യും. ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് നിറവേറ്റണം വെച്ചാൽ പോസിബിൾ അല്ല. ക്ലിയർ? ഇതിനൊക്കെ ടൈം എടുക്കും. സോ ആ ഒരു ടൈം നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. സോ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ വിചാരിച്ച ആ ഒരു പൊസിഷനിൽ നമ്മൾ എന്തായാലും എത്തും. സോ അതിന് ഇറ്റ് വിൽ ടേക്ക് ടൈം. നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യും മക്കളെ. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കോൺടാക്ട് മീ. ഐ വിൽ ഹിയർ ടു ഹെൽപ്പ് യു. ഓക്കെ? യെസ്. സോ നമുക്ക് ഈ ചോദ്യം ഒന്ന് ചെയ്യാം. ഇവിടെ 2000 യൂണിറ്റിന്റെ കേസ് തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ ചോദിക്കുന്നത് 1800 യൂണിറ്റിന്റെ കേസാണ്. സോ 1800 യൂണിറ്റിന്റെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കാണണം, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് കാണണം. എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. സോ ഒരു കാര്യം ഞാൻ ഇതൊന്ന് നോക്കിക്കോ, ഞാൻ ചെയ്യുന്ന രീതികൾ നോക്കിക്കോ. ഞാൻ ചെയ്യുന്നത്, നമുക്ക് എന്തായാലും നമുക്ക് വേരിയബിൾ കോസ്റ്റിന്റെ കേസിൽ എന്താ, വേരിയബിൾ കോസ്റ്റിന്റെ കേസിൽ പെർ യൂണിറ്റ് ആണ് സെയിം ആയിട്ട് നിൽക്കുക. ഫിക്സ്ഡ് കോസ്റ്റിന്റെ കേസിൽ ടോട്ടൽ എമൗണ്ട് ആണ് സെയിം ആയിട്ട് നിൽക്കുക. അത് നമുക്കറിയില്ലേ? യെസ്. അപ്പൊ 2000 യൂണിറ്റിന്റെ ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്? 2000 യൂണിറ്റിന്റെ ഫിക്സ്ഡ് കോസ്റ്റ് 2500 ആണ്. അപ്പൊ 1800 യൂണിറ്റ് ആണെങ്കിലും ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എത്ര തന്നെയായിരിക്കും? അതിൽ ഡൗട്ട് ഇല്ല, അത് 2500 തന്നെയായിരിക്കും. അപ്പൊ അത് ആദ്യം ഞാൻ എഴുതി വെച്ചു. ക്ലിയർ? ഏത് ഫിക്സ്ഡ് കോസ്റ്റ് ഒരിക്കലും മാറൂലല്ലോ. ഫിക്സ്ഡ് കോസ്റ്റിന്റെ ടോട്ടൽ എമൗണ്ട് ഒരിക്കലും മാറൂല. അപ്പൊ 2000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് 2500 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ 1800 യൂണിറ്റ് ഉണ്ടാക്കുമ്പോഴും ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഒരിക്കലും മാറൂല, അത് 2500 തന്നെ ആയിരിക്കും. അത് കിട്ടി. ഇനി ടോട്ടൽ വേരിയബിൾ കോസ്റ്റും കൂടി കിട്ടിയാൽ ആൻസർ സെറ്റ് ആയി അല്ലേ? യെസ്. സാർ എങ്ങനെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കാണും? എന്ന് പറഞ്ഞാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് നമ്മൾ എങ്ങനെ കാണും അല്ലേ? നോക്കിക്കേ, ഞാൻ പറയാം. വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ എമൗണ്ട് ചേഞ്ചാ നോ ചേഞ്ചാ? വേരിയബിൾ ഫിക്സ്ഡ് കോസ്റ്റിന്റെ കേസിൽ ടോട്ടൽ എമൗണ്ട് ചേഞ്ച് ആവില്ല. അതുകൊണ്ടാണ് അവിടെയും 2500 ഇവിടെയും 2500 എടുത്ത് എഴുതിയത്. പക്ഷേ ഇതുപോലല്ല വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റിന്റെ കേസിൽ പെർ യൂണിറ്റുകൾ എന്ത് ചെയ്യും മക്കളെ? ചേഞ്ച് ചെയ്യും. സോറി, വേരിയബിൾ കോസ്റ്റിന്റെ കേസിൽ പെർ യൂണിറ്റ് ചേഞ്ച് ആവില്ല, ടോട്ടൽ എമൗണ്ട് ചേഞ്ച് ആകും. അപ്പൊ ഇവിടെ 6000 ആണ്, അപ്പൊ ഇവിടെയും 6000 തന്നെ ആവില്ല.
അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യുക സാർ? അപ്പൊ ഞാൻ എന്താ ചെയ്യുക? ഞാൻ ചെയ്ത് നോക്കിക്കോ, ഐ വിൽ ഹെൽപ്പ് യു. അപ്പൊ ഞാൻ ചെയ്ത് പറഞ്ഞുതരാം. അല്ലെ, 2000 യൂണിറ്റ് അല്ലെ ഉണ്ടാക്കാൻ 6000 ആണ് വേരിയബിൾ കോസ്റ്റ് വന്നിട്ടുള്ളത്, ടോട്ടൽ എമൗണ്ട്. അപ്പോൾ ഒരു യൂണിറ്റിന് എത്രയായിരിക്കും നോക്കി അവിടെ ചെയ്ത് നോക്കിക്കേ. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. വേരിയബിൾ കോസ്റ്റിന്റെ കേസ് ആണോ എന്ത് കാണണം? പെർ യൂണിറ്റ് കാണണം. കാരണം ഫിക്സഡ് കോസ്റ്റിന്റെ കേസിൽ ടോട്ടൽ എമൗണ്ട് ചേഞ്ച് ആവില്ല, വേരിയബിൾ കോസ്റ്റിന്റെ കേസിൽ പെർ യൂണിറ്റ് ചേഞ്ച് ആവില്ല. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കാണുക? $6000 ആണ് എത്ര യൂണിറ്റിന്? 2000 യൂണിറ്റിന്. അപ്പോൾ ഒരു യൂണിറ്റിന് എത്രയാണ്? $3 ആണ് ഒരു യൂണിറ്റിന്. ഇസ് ഇറ്റ് ക്ലിയർ? സോ $3 ആണ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? $3 ആണ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത്. സോ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടി. പെർ യൂണിറ്റ് കിട്ടിയപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. എത്ര യൂണിറ്റ് ആണ് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? യെസ്, ഓക്കെ. സോ പെർ യൂണിറ്റ് 3 ആണ്. സോ ഇവിടെ നമുക്ക് ചോദിക്കുന്നത് 1800 യൂണിറ്റിനാണ്. അപ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ 1800. സോ എത്രയെന്ന് പറഞ്ഞേ? 3 into 1800 is equal to 5400. Is it clear? Yes. So 5400 ആണ് നമ്മുടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വരുന്നത്. ആൻഡ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് വരുന്നത് 2500 ആണ്. സോ രണ്ടും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ഫൈനൽ കിട്ടുന്ന ആൻസർ $7,900 ആണ്. ഫൈനലി കിട്ടുന്ന ആൻസർ $7,900 അല്ലെ? 5900 ആണ് ഫൈനൽ കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പൊ ഈ ചോദ്യം എങ്ങനെ ചെയ്തതൊന്ന് നോക്കിക്കേ. നമുക്ക് 2000 യൂണിറ്റിന്റെ, നന്നായി ശ്രദ്ധിക്കുക, 2000 യൂണിറ്റിന്റെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് അല്ലെ? എന്നിട്ട് അവർ ചോദിക്കുന്നത് 1800 യൂണിറ്റിന് ടോട്ടൽ കോസ്റ്റ് ആണ്. നമുക്കറിയാം ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ എമൗണ്ട് മാറൂല. അപ്പൊ അത് 2500 ആണെങ്കിൽ ഇവിടെയും 2500 തന്നെ ആയിരിക്കും. വേരിയബിൾ കോസ്റ്റിന്റെ കേസിൽ ടോട്ടൽ എമൗണ്ട് മാറും, പക്ഷെ പെർ യൂണിറ്റ് മാറൂലല്ലോ. പെർ യൂണിറ്റ് എപ്പോഴും സെയിം ആയിട്ട് നിൽക്കുമല്ലോ. അപ്പൊ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിച്ചത്? 6000 വന്നിട്ടുള്ളത് 2000 യൂണിറ്റിനാണ്. അപ്പോൾ ഒരു യൂണിറ്റിന് 3 കിട്ടി. അപ്പൊ 3 ആണ്. പക്ഷെ ഇവിടെ 1800 യൂണിറ്റ് ആകുമ്പോൾ 3 into 1800 നമുക്ക് 5400 കിട്ടും. സോ അതാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അപ്പൊ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റനും ക്ലിയർ അല്ലേ? ചെയ്ത രീതി മനസ്സിലായില്ലേ? യെസ്, ഓക്കെ. സോ നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടത്, ഫിക്സഡ് കോസ്റ്റ് ആണോ നിങ്ങളുടെ ഫോക്കസ് ടോട്ടൽ എമൗണ്ടിലോട്ട് പോവാം, വേരിയബിൾ കോസ്റ്റ് ആണോ നിങ്ങളുടെ ഫോക്കസ് എന്ത് ചെയ്യണം? പെർ യൂണിറ്റിലോട്ട് പോകണം. മനസ്സിലായ? ഒന്ന് പറഞ്ഞേ. ഫിക്സഡ് കോസ്റ്റ് ആണ് നിങ്ങളുടെ ഫോക്കസ് ടോട്ടൽ എമൗണ്ടിലോട്ട് പോകണം. ഇനി വേരിയബിൾ കോസ്റ്റ് ആണ് നിങ്ങളുടെ ഫോക്കസ് എന്ത് ചെയ്യണം? പെർ യൂണിറ്റിലോട്ട് പോകണം. അതാണ് നിങ്ങളുടെ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടത് കേട്ടോ. യെസ്, ഓക്കെ. സോ ഈ ഒരു ക്വസ്റ്റൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ക്ലിയർ അല്ലേ? ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ. സോ ഇനി ഇതിൽ ഇത് ക്വസ്റ്റൻ ആക്കി ഇത് ക്വസ്റ്റൻ നമ്പർ എ ആക്കി എഴുതിയാൽ മതി. ക്വസ്റ്റൻ നമ്പർ എ ആക്കി എഴുതിയാൽ മതി. ഓക്കെ, യെസ്. ഇതിൽ തന്നെ ബി ക്വസ്റ്റൻ, ഇതിൽ തന്നെ സെയിം ക്വസ്റ്റൻ തന്നെ ബി ക്വസ്റ്റൻ ആക്കി എഴുതിക്കോ അല്ലേ? ഞാൻ റൈസ് ചെയ്യാം. ഈ ക്വസ്റ്റൻ ഒന്ന് റൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊന്ന് റൈസ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റൻ എ ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ. ഇതേ ഡാറ്റ തന്നെയാണ് അല്ലെ? എല്ലാ കാര്യങ്ങളും ഇത് തന്നെയാണ് അല്ലെ? ഇതേപോലെ തന്നെയാണ് എല്ലാ ഡാറ്റയും ഇതേപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. സോ ക്വസ്റ്റൻ നമ്പർ ബി ആക്കി എഴുതിക്കോ. ഒരു ബി ക്വസ്റ്റൻ ആക്കി എഴുതിക്കേ. ഫൈൻഡ് ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ തന്നെയാണ്. ഫൈൻഡ് അല്ലെ? ഫൈൻഡ്, അതാണ് ശ്രദ്ധിക്കുക. ക്വസ്റ്റൻ ബി ആണ്. ഫൈൻഡ്, സോറി, ലെറ്റ് മീ ടേക്ക്. യെസ്, ഇത് ഈ സെയിം ഡാറ്റയാണ് ഇതിൽ ബി ക്വസ്റ്റൻ അല്ലേ? ഫൈൻഡ് ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലേ? അപ്പൊ ടോട്ടൽ കോസ്റ്റ് അല്ല കാണേണ്ടത്, ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. ഒരു പെർ യൂണിറ്റ് അല്ലേ? ടു പ്രൊഡ്യൂസ്, ഫൈൻഡ് ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ടു പ്രൊഡ്യൂസ് 1500 യൂണിറ്റ് അല്ലെ? 1500 യൂണിറ്റ്സ്. 1500 യൂണിറ്റ്, 1500 യൂണിറ്റ്സ്. ഇത്ര ക്വസ്റ്റൻ. ഫൈൻഡ് total cost per unit to produce 1500 units. That is the question. Okay, so this is a B question using the same data. So you just pause the video and try to answer, then you cross check with my answer. Okay, yes. So question is that find total cost per unit to produce 1500 units. 1500 units, that is the question. Okay, yes, ഇതാണ് question. ഒന്ന് ട്രൈ ചെയ്തേ മക്കളെ, ഒന്ന് ട്രൈ ചെയ്ത ആൻസർ. ഓക്കെ, ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഐഡിയ പറഞ്ഞുതരാം. അതെ, വളരെ സിമ്പിൾ. ടോട്ടൽ കോസ്റ്റ് കാണാൻ എല്ലാവർക്കും അറിയാം. ഇനി ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് യൂണിറ്റ് ഡിവൈഡ് ചെയ്താൽ മതിയടാ. നോക്കൂ, ശ്രദ്ധിക്കുക. നമുക്ക് 1500 യൂണിറ്റിൻ്റെ, നന്നായി ശ്രദ്ധിക്കട്ടാ. 1500 യൂണിറ്റിന്റെ കേസിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കാണുക, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കാണുക. അപ്പൊ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും അല്ലെ? ഫോർ 1500 യൂണിറ്റ്സ്. പക്ഷെ നമുക്ക് ടോട്ടൽ കോസ്റ്റ് അല്ല ചോദിച്ചത്. എന്താ ചോദിച്ചത്? ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലേ? നോക്കിക്കേ. അപ്പൊ നമുക്ക് ചോദിച്ചത് എന്താ? ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് നമുക്ക് ചോദിച്ചത്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കാണുക? അപ്പൊ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഇത് എത്ര യൂണിറ്റാ? 1500 യൂണിറ്റ് അല്ലേ? അപ്പൊ ഡിവൈഡ് ബൈ 1500 ചെയ്താൽ നമുക്ക് ആൻസർ ആകും. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ 1500 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടൂടാ. ക്ലിയർ ഓൾ ഓഫ് യു? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ 1500 ചെയ്താൽ നമുക്ക് ആൻസർ ആകും. ഓക്കെ, സോ ട്രൈ ടു ഡു. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തേ. ക്വസ്റ്റൻ നമ്പർ ബി അല്ലേ? യെസ്. സോ മക്കളെ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോൾ ആൻസർ തെറ്റിയിട്ടുണ്ടാകും. ഓക്കെ, തെറ്റിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻ അല്ലേ?
എന്തിനാ സാർ തെറ്റിയ കൺഗ്രാജുലേഷൻ പറഞ്ഞത്? തെറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ അർത്ഥം? നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ട്രൈ ചെയ്താൽ മതി, നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി ശരിയായിട്ടുണ്ടെങ്കിലും വെരി കൺഗ്രാജുലേഷൻ അല്ലേ? യെസ്. സോ ഇനി ഒന്നും ചെയ്തിട്ടില്ല, ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നോ കൺഗ്രാജുലേഷൻ അല്ലേ? യെസ്. കാരണം ട്രൈ ചെയ്യണം മക്കളെ, ട്രൈ ചെയ്യാതെ നമ്മൾ ഇവിടെ എത്തില്ലടാ. ഒന്ന് ട്രൈ ചെയ്യും കേട്ടാ. ഓക്കെ, സോ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. നമുക്ക് നോക്കാം. വേരിയബിൾ കോസ്റ്റ് നമുക്ക് ആദ്യം നമുക്ക് എന്താ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് എടുത്ത് ചെയ്താൽ. കാരണം ഫിക്സഡ് കോസ്റ്റിന്റെ കേസിൽ ടോട്ടൽ എമൗണ്ട് എപ്പോഴും സെയിം ആയിരിക്കും. നമുക്ക് എക്സാംസിന് ഓൾറെഡി ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഡോളർ എക്സാംസിനല്ല, നമ്മുടെ ക്വസ്റ്റ്യൻസിൽ കേട്ടാ, ക്വസ്റ്റ്യൻസിൽ. സോ അത് എത്രയാണ്? $2500. അത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. $2500 ഫിക്സഡ് കോസ്റ്റ്. ഇനി വേരിയബിൾ കോസ്റ്റ് നമുക്കറിയാം, ടോട്ടൽ എമൗണ്ട് ആണ് 6000. വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ എമൗണ്ട് ആണ് 6000. പക്ഷേ വേരിയബിൾ കോസ്റ്റിന്റെ കേസിൽ ടോട്ടൽ എമൗണ്ട് അല്ല നമുക്ക് അറിയേണ്ടത്, പെർ യൂണിറ്റ് ആണ് നമുക്ക് അറിയേണ്ടത് അല്ലെ? പെർ യൂണിറ്റ്. കാരണം ടോട്ടൽ എമൗണ്ട് മാറും അല്ലെ? ഈ 6000 എന്നുള്ളത് 2000 യൂണിറ്റ് ഉണ്ടാക്കുന്ന കേസാണ്. അപ്പൊ 1500 യൂണിറ്റ് ഉണ്ടാക്കുന്ന കേസ് നമ്മൾ എത്ര നോക്കണം? അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? വേരിയബിൾ കോസ്റ്റിന്റെ കേസിലാണ് പെർ യൂണിറ്റ് അല്ലെ സെയിം ആയിട്ട് നിൽക്കുക. അപ്പൊ നമ്മൾ ആദ്യം പെർ യൂണിറ്റ് കാണാം. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് ഈക്വൽ ടു, നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് 6000 ആണ് ഇവിടെ ക്വസ്റ്റിൽ തന്നിട്ടുള്ളത്. അത് 2000 യൂണിറ്റിനാണ്. അപ്പൊ ഒരു യൂണിറ്റിന് പെർ യൂണിറ്റ് ആയിട്ട് വരുന്നത് 3 ആണ് അല്ലെ? സോ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 3 ആണ് അല്ലെ? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര വരുന്നതെന്ന് പറഞ്ഞേ. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര വരുന്നത് പറയും മക്കളെ? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത് 3 ആണ് അല്ലെ? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത് 3 ആണ്. ഓക്കെ, യെസ്. സോ അപ്പോൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 3 ആണ്. ഇവിടെ 1500 യൂണിറ്റ് ആകുമ്പോൾ 3 × 1500 ചെയ്യുമ്പോൾ നമുക്ക് 4500 കിട്ടും. സോ 4500ഉം 2000 കൂടി കൂട്ടും, 2500 കൂടി കൂട്ടുമ്പോൾ നോക്കിയാൽ 4500 അല്ലെ പ്ലസ് അല്ലെ 2500 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7000 ആണ്. 7000 ആണ് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ 1500 യൂണിറ്റ് ഉണ്ടാക്കാൻ വരുന്ന ടോട്ടൽ കോസ്റ്റ് വരുന്നത് 7000 ആണ്. 1500 യൂണിറ്റ് ഉണ്ടാക്കാൻ വരുന്ന ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 7000 ആണ്. നമുക്ക് ടോട്ടൽ കോസ്റ്റ് അല്ല ചോദിച്ചത്, ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് ചോദിച്ചത്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കാണുക? പറ. 7000 ഡിവൈഡഡ് ബൈ നമ്മൾ 1500 ചെയ്താൽ മതി അല്ലെ? അപ്പൊ 7000 ആണ് ടോട്ടൽ കോസ്റ്റ് ഫോർ 1500 യൂണിറ്റ് അല്ലെ? സോ ഫോർ 1 യൂണിറ്റ് എത്ര? അപ്പോൾ ഒരു യൂണിറ്റിന് എത്ര? 7000 ഡിവൈഡഡ് ബൈ 1500 ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിന് വരുന്നത് $4.666 അല്ലെ സംതിങ് കിട്ടും അല്ലെ? അപ്പൊ 2-3 ഡെസിമൽ എടുക്കാം, മിനിമം 2-3 ഡെസിമൽ എടുക്കാം. അപ്പൊ 4.666 ആണ് ആൻസർ. സോ ദിസ് ഈസ് വാട്ട്? ദിസ് ഈസ് എ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ്. അതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. സോ അപ്പൊ ഇത് പല രീതിയിൽ ചെയ്യട്ടോ, ഒരു ക്വസ്റ്റൻ തന്നെ പല രീതിയിൽ ചെയ്യാം. നിങ്ങൾ ഇനി വേറെ എന്തെങ്കിലും രീതിയിൽ ചെയ്തിട്ട് ഇതേ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. പല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ചെയ്തിട്ട് ഇത് ആൻസർ കിട്ടിയാലും അതായാലും മതി. ഓക്കെ, എങ്ങനെ ചെയ്താലും മതി, ആൻസർ കിട്ടിയാൽ മതി. ഫൈനൽ ആൻസർ ഇതായാൽ മതി കേട്ടോ. ഓക്കെ, 4.66 സംതിങ് ആണ് ഇതിന് ആൻസർ. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, സോ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ നമുക്ക് ക്ലിയർ അല്ലേ? എല്ലാ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റൻസ് നമ്മൾ ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ക്ലിയർ? ഇനി കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഡൗട്ട് ഉണ്ട്, ഒന്നും കൂടി ബാക്ക് അടിക്കുക, ഒന്നും കൂടി റിവേഴ്സ് ചെയ്യുക. എന്നിട്ട് വീട്ടിൽ ഈ ക്ലാസ് ഒക്കെ വാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? ഒന്ന് വീട്ടിൽ പോയിട്ട് സെൽഫായിട്ട് ഒന്നും കൂടി ചെയ്യുക അല്ലെ? അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യലാണ്. ക്ലിയർ? അങ്ങനെ തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നവൻ തന്നെയാണ് ഈ ഞാനും. ക്ലിയർ? ഇങ്ങനെ തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നവർ തന്നെയാണ് ഈ പാസ്സായ എല്ലാവരും. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവരും ഇതേപോലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. അപ്പൊ നിങ്ങളും ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് പോട്ടെ. ഓക്കെ, യെസ്. ഓക്കെ, നമ്മളടാ റേസിംഗ് ഒക്കെ കണ്ടിട്ടില്ലേ? റേസിംഗ് അല്ലെ? നമ്മൾ ഓട്ട മത്സരം അല്ലെങ്കിൽ റേസിംഗ് ഒക്കെ കണ്ടിട്ടില്ലേ അല്ലെ? എങ്ങനെ ഒരുപാട് മാരത്തോൺ റേസിംഗ് ഇല്ലേ, ഇങ്ങനെ റൗണ്ട് അടിക്കുന്ന, ഒരുപാട് റൗണ്ട് അടിക്കുന്ന റേസിംഗ് കണ്ടിട്ടില്ലേ? സോ ഈ റേസിംഗിന്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരുപാട് ലാപ്പുള്ള ഒരുപാട് വലിയ മീൻസ് മാരത്തോൺ ഒരു റൺ മീൻസ് ഓട്ട മത്സരമാണെന്ന് വെച്ചോ, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് എത്തിയാൽ, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് നല്ല ലീഡ് ഇട്ടിട്ട് ആദ്യം നന്നായിട്ട് ഉഷാറിൽ ഓടിയിട്ട് ആദ്യമേ നമ്മൾ ഫ്രണ്ടിലെത്തി. സോ ആദ്യമേ നമ്മൾ ഫ്രണ്ടിൽ എത്തിയാലുള്ള ബെനിഫിറ്റ് എന്താ? പിന്നെ നമുക്ക് ആ ലീഡ് ഇങ്ങനെ കീപ്പ് ചെയ്ത് പോയാൽ മതി. ക്ലിയർ? ആദ്യമേ നമ്മൾ ഓടി ഫ്രണ്ടിലെത്തി, അപ്പൊ എല്ലാവരും നമ്മുടെ ബാക്കിലാണ്. അപ്പൊ നമ്മൾ ആ ഒരു ലീഡ് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ കീപ്പ് ചെയ്ത് പോയാൽ മതി അല്ലെ? ആ ലീഡ് നമുക്ക് കീപ്പ് ചെയ്ത് പോയാൽ മതി. നേരെ മറിച്ച് ആദ്യമേ നമ്മൾ എന്താണ്? ആദ്യമേ നമ്മൾ ബാക്കിലാണ്, അല്ലെങ്കിൽ ആദ്യമേ നമ്മൾ ബാക്കിലായിട്ട് മാറി. അപ്പൊ നമ്മൾ ലാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും മക്കളെ? ലാസ്റ്റ് ആയിട്ട് ഒരുപാട് എഫോർട്ട് ഇടേണ്ടി വരും അല്ലെ? കാരണം നമ്മൾ ലാസ്റ്റ് മറ്റുള്ളവരൊക്കെ ഓവർടേക്ക് ചെയ്യണ്ടേ. അപ്പൊ ലാസ്റ്റ് നമ്മൾ ഒത്തിരി എഫോർട്ട് ഇടേണ്ടി വരും. ഇസ് ഇറ്റ് ക്ലിയർ? അത് നമ്മളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ആദ്യമേ നമ്മൾ ഫ്രണ്ടിൽ എത്തിയാൽ അല്ലെ, പിന്നെ ആ ലീഡ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. ആദ്യമേ ബാക്കിലാണ്, അപ്പൊ ലാസ്റ്റിലോട്ട് എത്തുമ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും, ഒരുപാട് എഫോർട്ട് ഇടേണ്ടി വരും അല്ലെ? യെസ്. എന്നാൽ തന്നെ ചിലപ്പോൾ നമുക്ക് ജയിക്കാൻ പറ്റണമെന്നില്ല. സോ അപ്പൊ ആദ്യം നമ്മൾ നന്നായിട്ട് എഫോർട്ട് ഇടുക. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ബെസ്റ്റ് ആയിട്ട് മാക്സിമം എഫോർട്ട് ഇടുക. നമ്മളെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മൾ പല ലെവൽ ഓഫ് ടാലൻസ് ഉള്ള സ്റ്റുഡൻസ് ഉണ്ടാകും. ഹെവി ടാലന്റ് ആയിട്ട് നല്ല ബ്രൈറ്റ് സ്റ്റുഡൻസ് ഉണ്ടാകും, കുറച്ച് ടാലൻസ് കുറഞ്ഞ ഒരു കുട്ടികളുണ്ടാകും, ഒക്കെ ഉണ്ടാകും. കാൽക്കുലേഷൻ നന്നായിട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടാകും, തിയറി നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് ടൈപ്സ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാകും. പല കാറ്റഗറീസ് ഓഫ് സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ്സസിലുണ്ട്. ക്ലിയർ? ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാവും, ഓരോരുത്തർക്ക് ദൈവം കൊടുക്കുന്ന കഴിവാ. ചിലർക്ക് നന്നായിട്ട് പാടാനുള്ള കഴിവ് കൊടുക്കും, ചിലർക്ക് നന്നായിട്ട് ഫുട്ബോൾ കളിക്കാനുള്ള കഴിവ് കൊടുക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ആർട്സ് അല്ലെങ്കിൽ ഇങ്ങനെ പാട്ട് ഡാൻസിലൊക്കെ കുറച്ച് വീക്കാണ്.
മീൻസ് അതായത് എനിക്ക് അത്ര ഒന്നും ചെയ്യാൻ ചിലപ്പോൾ ചെയ്യുന്നല്ലാതെ അല്ല അത്ര സ്കില്ലഡ് ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഫുട്ബോൾ കളിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. കാരണം എനിക്ക് ഫുട്ബോളൊക്കെ ചെറുപ്പം മുതലേ കളിക്കുന്ന ഫുട്ബോൾ എനിക്ക് വളരെ വളരെ ക്രൈസിയാണ്. മീൻസ് നല്ല രീതിയിൽ കളിക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കുറച്ച് അല്ലേ ഈവൻ ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാറുള്ളതും അതുപോലെ തന്നെ നമ്മുടെ മീൻസ് ഫ്രീ ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യാറുള്ളതൊക്കെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ല, ഫുട്ബോൾ, ക്രിക്കറ്റ്, അതുപോലെ തന്നെ ഈവൻ വീട്ടിലിരിക്കുകയാണെങ്കിലും ഫുട്ബോൾ മൂവി കാണുന്നതിനേക്കാളും എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് ഏതെങ്കിലും ഫുട്ബോൾ മാച്ചസ് ഒക്കെ കാണാനാണ് എനിക്ക് ഇഷ്ടം. കാരണം ഞാൻ അതിലാണ് എൻ്റെ ഒരു ഹാപ്പിനെസ് അതിലാണ്. ക്ലിയർ? അപ്പം ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ലെവൽ ഓഫ് ടാലൻസ് ആണ് ദൈവം കൊടുക്കുക. ചിലർക്ക് നന്നായിട്ട് അല്ലെ സ്വിം ചെയ്യാൻ പറ്റും, ചിലർക്ക് സ്വിമ്മിങ് വളരെ വീക്കായിരിക്കും അല്ലെ. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ചിലർക്ക് നന്നായിട്ട് ഹാൻഡ് റൈറ്റിംഗ് വളരെ അടിപൊളിയായിട്ട് എഴുതാനുള്ള കൈ കൊടുക്കും, നന്നായിട്ട് ഹാൻഡ് റൈറ്റിംഗ് നല്ല അടിപൊളിയായിരിക്കും. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ്. ക്ലിയർ? എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് വെച്ചാൽ വളരെ മോശമാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ നല്ല വൃത്തിയിൽ എഴുതാനൊന്നും പറ്റില്ല. എഴുതാൻ അറിയാം, പക്ഷെ വൃത്തിയിൽ എഴുതാനൊന്നും പറ്റത്തില്ല. ക്ലിയർ? ഓരോരുത്തർക്കും ഓരോ ടാലൻസ് ആണ്. ഇതേപോലെ തന്നെയാണ് പഠിക്കുന്ന കാര്യം. ചിലർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും, ചിലർക്ക് പഠിക്കാൻ പറ്റുന്ന കുറച്ച് കുറവായിരിക്കും. അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഇൻബോൺ ആയിട്ടുള്ള ടാലൻസ് ആണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് ദൈവം തരുന്നതാണ്. ഓക്കെ, യെസ്. ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് ടാലന്റും നമുക്ക് വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ടാലന്റിനെയും ബീറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഏത് ടൈപ്സ് ഓഫ് ടാലന്റ് ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് അല്ലെ നമുക്ക് ആ ലെവലിലേക്ക് എത്താൻ പറ്റും. ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ് ഉണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുന്നല്ല നന്നായിട്ട് അടിപൊളി ടാലന്റ് ഉള്ള ഒരു സ്റ്റുഡൻറ് എന്ന് വെച്ചോ, അവനക്ക് ചിലപ്പോൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മതിയാവും, എല്ലാ കാര്യങ്ങളും മനസ്സിലാവും അല്ലെ. ഇനി നമ്മുടെ ടാലൻസ് കുറച്ച് വീക്കാണ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വീക്ക് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ടാലന്റ് കുറച്ച് കുറവാണ്, അപ്പോൾ നമ്മൾ അവൻ്റെ ഒപ്പം നമുക്ക് എത്താൻ പറ്റും. നമ്മൾ കുറച്ച് കൂടുതൽ ടൈം ഇട്ടാൽ മതി, അത്രയേ ഉള്ളൂ. അവൻ 1 മണിക്കൂർ പഠിക്കുന്നിടത്ത് നമ്മൾ 2-3 മണിക്കൂർ പഠിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അത് എല്ലാ ഡേയ്സും പഠിക്കണമെന്നൊന്നുമില്ല. സ്റ്റാർട്ടിങ്ങിൽ ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത്സ് നമ്മൾ ആ ലെവലിൽ മാറുക, അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ലെവലിലേക്ക് കയറും. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. ക്ലിയർ? അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ എത്രത്തോളം എഫോർട്ട് ഇടാൻ പറ്റുമോ, എത്രത്തോളം ടൈം നിങ്ങൾക്ക് ഇതിലോട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക. നമ്മൾ നെവർ ഗീവ് അപ്പ് അല്ലെ, ഒരു രീതിക്കും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവരുത്. നല്ല രീതിയിൽ മാക്സിമം എന്തൊക്കെ ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് ബെസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ. ക്ലിയർ? യെസ്. പറഞ്ഞത് മനസ്സിലായില്ലേ മക്കളെ? യെസ്. സോ ഈ ഒരു അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക, നമുക്ക് പാസ്സാവാൻ പറ്റും, നമ്മളെ കൊണ്ടേ പാസ്സാവാൻ പറ്റൂ, ഇത് നിങ്ങൾക്കേ പാസ്സാവാൻ പറ്റുള്ളൂ. നിങ്ങൾ നിർബന്ധമായിട്ട് എനിക്ക് ഷുവർ ആയിട്ട് പാസ്സാവും, ഇറ്റ്സ് മൈ ഗ്യാരണ്ടി. ഓക്കെ, യെസ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിലോട്ട് പോകാം. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റൻ എഴുതിക്കാം എല്ലാവരും. അടുത്തൊരു ക്വസ്റ്റൻ എഴുതിക്കാം. ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ക്വസ്റ്റൻ ചെയ്തു. ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ചെയ്തു. ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് when company produces total cost per unit, when company produces total cost per unit, when company produces 4,000 units is as follow. അപ്പോൾ 4000 യൂണിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. 4000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് വെൻ കമ്പനി പ്രൊഡ്യൂസേഴ്സ് 4000 യൂണിറ്റ്സ് ഈസ് ആസ് ഫോളോ. അപ്പൊ നമ്മുടെ കമ്പനി എത്ര യൂണിറ്റ് ഉണ്ടാക്കുന്നുണ്ട്? 4000 യൂണിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ 4000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ അതിലെ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് പറയുന്നത്. ഓക്കെ, യെസ്. എഴുതിക്കോ അല്ലെ, 4000 യൂണിറ്റ് ഉണ്ടാക്കുന്ന കേസാണ്, അതിലെ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് എഴുതിക്കോ. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, അപ്പൊ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് തന്നിട്ടുള്ളത് $5. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് $5 ആണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് 4000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ ഉള്ള ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട് $2 ആയിക്കോ, മിസ്റ്റേക്ക്, $2. അപ്പൊ നോക്കിയേ, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും അറിയാം, ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സോ അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയായിരിക്കും എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 5ഉം 2ഉം കൂടി കൂട്ടിയ $7. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ 4000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ അതിലെ ഓരോ യൂണിറ്റിനും വരുന്ന വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 5 ആണ് അല്ലെ. ഓരോ യൂണിറ്റിന് വരുന്ന ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് 2 ആണ്. സോ 5 + 2 = $7. ദാറ്റ് ഈസ് എ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ, യെസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ എ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ എ എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ എ, ഫൈൻഡ് ടോട്ടൽ കോസ്റ്റ് ടു പ്രൊഡ്യൂസ്. Total cost to produce 3000 യൂണിറ്റ്സ്. അപ്പൊ 3000 യൂണിറ്റ്സിന്റെ ടോട്ടൽ കോസ്റ്റ് ആണ് ചോദിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ എ മനസ്സിലായില്ലേ? സോ വാട്ട് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ എ?
ഫൈൻഡ് ടോട്ടൽ കോസ്റ്റ് ടു പ്രൊഡ്യൂസ് 3000 യൂണിറ്റ്സ്. അപ്പൊ 3000 യൂണിറ്റ്സിന്റെ ടോട്ടൽ കോസ്റ്റ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്തേ, ഇന്ന് വീഡിയോ പോസ് ചെയ്തോ, ഒന്ന് ട്രൈ ചെയ്യും അല്ലെ. ഫൈൻഡ് ടോട്ടൽ കോസ്റ്റ് ടു പ്രൊഡ്യൂസ് 3000 യൂണിറ്റ്സ്. അപ്പൊ 3000 യൂണിറ്റ്സിന് ടോട്ടൽ കോസ്റ്റ് അല്ലെ. അപ്പൊ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യേണ്ടത് അല്ലെ, നിങ്ങൾക്ക് അറിയില്ലേ എങ്ങനെയാ നോക്കിക്കേ അല്ലെ. അപ്പൊ ചോദിക്കുന്നത് എന്താണ്, 3000 യൂണിറ്റ്സിനാണ് അല്ലെ. 3000 യൂണിറ്റ്സിന്റെ ടോട്ടൽ കോസ്റ്റ് ആണ് ചോദിക്കുന്നത്. അപ്പൊ 3000 യൂണിറ്റ്സിന് എന്ത് കാണണം, വേരിയബിൾ കോസ്റ്റ് കാണണം, അതേപോലെ 3000 യൂണിറ്റിന് ഫിക്സഡ് കോസ്റ്റ് കാണണം. രണ്ടും കൂടി കൂട്ടിയാൽ 3000 യൂണിറ്റിന് ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഓക്കെ, സോ ട്രൈ ടു ഡു അല്ലെ. സോ ഞാൻ നിങ്ങളുടെ ആൻസറിന് വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ എല്ലാവരും വീഡിയോ പോസ് ചെയ്യൂ, എന്നിട്ട് ട്രൈ ചെയ്യൂ. യെസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. എനിവേ ലെറ്റ് us ക്രോസ് ചെക്ക് വിത്ത് മൈ ആൻസർ. നമുക്ക് നമ്മുടെ ആൻസർ ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ് നോക്കൂ, ഞാൻ ചെയ്യുന്നത് നോക്കിക്കോ. വേരിയബിൾ കോസ്റ്റ് എങ്ങനെയാണ്, 3000 യൂണിറ്റിന് വേരിയബിൾ കോസ്റ്റ്. 3000 യൂണിറ്റിന് വേരിയബിൾ കോസ്റ്റ് എങ്ങനെ ചെയ്യാം എന്ന് പറയാം. 3000 യൂണിറ്റിന് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 5 ആണ് അല്ലെ. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 5 ആണ്. ആ പെർ യൂണിറ്റ് തന്നെ വേരിയബിൾ കോസ്റ്റ് നമുക്ക് പെർ യൂണിറ്റ് തന്നെ തന്നിട്ടുണ്ട്. നിങ്ങൾ പെർ യൂണിറ്റ് കാണേണ്ട ആവശ്യമില്ല. പെർ യൂണിറ്റ് അവരെന്നെ പെർ യൂണിറ്റ് ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 5 ആണ്. നമുക്കറിയാം വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ഓൾവേസ് റിമെയിൻ സെയിം. സോ ഇവിടെയും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര തന്നെ ആയിരിക്കും, 5 തന്നെ ആയിരിക്കും. കാരണം വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും സെയിം ആയിരിക്കും അല്ലെ. യെസ്, അത് 5 ആണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 5 ആണ്. ഇനി ഇവിടെ പെർ യൂണിറ്റ് 5 ആണ് അവിടെ അല്ലെ. 4000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ 5 ആണ്. അപ്പൊ 3000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോഴും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഒരിക്കലും മാറൂല, അത് 5 ആണ് അല്ലെ. പക്ഷെ ഇവിടെ 5 × 3000 യൂണിറ്റിനല്ലേ. സോ 5 × 3000 ചെയ്യുമ്പോൾ എത്ര കിട്ടുക, 5 × 3000 15,000 എന്ന് കിട്ടും അല്ലെ. 15,000 ക്ലിയർ. സോ 15,000 ആണ് നമുക്ക് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വരുന്നത്. ക്ലിയർ അല്ലേ. യെസ്. ഇനി ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. സോ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ചോദിക്കുന്നത്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് ചെയ്യണം. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എങ്ങനെയാ നോക്കിയേ, 2 × 3000 ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് മുകളിൽ 2 ആണ്. 2 × 3000 എന്ന് എഴുതിയാൽ 6000 എന്ന് എഴുതിയാൽ അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറ. പല കുട്ടികളും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകും. ഇത് പക്ക തെറ്റാണ്. കാരണം ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്കറിയാം ഇങ്ങനെ ചെയ്യാവുന്നത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് 2 ആണ്. ഈ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് 2 എന്നുള്ളത് എത്ര യൂണിറ്റ് ഉണ്ടാക്കുമ്പോഴത്തെ കേസാണ്, 4000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോഴാണ് എന്ത്, 4000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോഴാണ് 2. നമുക്കറിയാം ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് മാറുമോ ഇല്ലയോ. ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് മാറൂല, പക്ഷെ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ചേഞ്ച് ചെയ്യുമോ ഇല്ലയോ, ചേഞ്ച് ചെയ്യും. അപ്പൊ ഈ 2 എന്നുള്ള ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് 4000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോഴാണ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് 2. 3000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോഴും ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് 2 തന്നെ ആവണമെന്നില്ല, ആവില്ല. കാരണം പ്രൊഡക്ഷനിൽ മാറ്റം വരുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റിൽ മാറ്റം വരും എന്ന് പറഞ്ഞേ. പ്രൊഡക്ഷനിൽ മാറ്റം വരുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റിൽ മാറ്റം വരും. അപ്പൊ ഈ 2 എന്നുള്ള ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് 4000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോഴാണ്. 3000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് 2 ആവില്ല. അപ്പൊ 2 × 3000 ചെയ്താൽ അത് റോങ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം, അപ്പൊ സാറേ ഫിക്സഡ് കോസ്റ്റിന്റെ കേസിൽ പെർ യൂണിറ്റ് മാറും. അപ്പൊ എന്താ മാറാതിരിക്കുന്നത്, ഫിക്സഡ് കോസ്റ്റിന്റെ കേസിൽ പെർ യൂണിറ്റ് മാറും. അപ്പൊ എന്താ സാറേ മാറാതിരിക്കുന്നത്, ചേഞ്ച് ആവാതിരിക്കുന്നത് എന്താ, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് മാറൂല. അപ്പൊ നമ്മൾ ആദ്യം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എങ്ങനെ സാറേ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കുക, ഞാൻ ചെയ്തുതരാം. നോക്കിക്കേ, ഇവിടെ തന്നെ കാണാം. നോക്കൂ, ഇവിടെ 4000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു യൂണിറ്റിന് 2 ആണെന്ന് പറഞ്ഞിട്ട്. അതായത് 4000 യൂണിറ്റ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ഓരോ യൂണിറ്റിനും 2 ആണ് ഫിക്സഡ് കോസ്റ്റ്. ഒരു 4000 യൂണിറ്റ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ഓരോ യൂണിറ്റിന്റെ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്, 2 ആണ്. അപ്പൊ ടോട്ടൽ എത്രയായിരിക്കും നീ പറ. 4000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഓരോ യൂണിറ്റിനും 2 ആണ്. അപ്പൊ 4000 × 2 ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ആയിട്ട് വരുന്നത് എത്ര, 8000 അല്ലേ. സോണ പറഞ്ഞേ, ഇവിടെ 4000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ ഓരോ യൂണിറ്റിനും 2 ആണ്. അപ്പൊ 4000 × 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി പറ, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കിട്ടി. എന്ത് കിട്ടി എന്ന് പറഞ്ഞേ, TFC, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കിട്ടി. ഈ TFC തന്നെ ആയിരിക്കും ഇവിടുത്തെ TFC. കാരണം എന്താ, ഈ TFC തന്നെ ആയിരിക്കും ഇവിടുത്തെ TFC. കാരണം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് മാറൂല, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലേ മാറുക, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് മാറൂല. അപ്പൊ മുകളിൽ തന്നെ ഞാൻ എന്ത് കണ്ടുപിടിച്ചു, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിച്ചു. എത്രയാണ് കിട്ടിയത്, 8000 ആണ് കിട്ടിയത്. എങ്ങനെ 8000 കിട്ടി, 4000 യൂണിറ്റ് ഉണ്ടാക്കുന്നു. 4000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ ഓരോ യൂണിറ്റിനും 2 ആണ്. സോ 4000 × 2 8000 ആണ് കിട്ടുക. സോ 8000 ആണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ആ 8000 ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡയറക്റ്റ് ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. കാരണം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് മാറൂലല്ലോ. അപ്പൊ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കിട്ടി, ടോട്ടൽ വേരിയബിൾ കോസ്റ്റും കിട്ടി. ഓക്കെ, യെസ് അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം പറ, ടോട്ടൽ കോസ്റ്റ് കണ്ടുകൂടെ എങ്ങനെ, 15,000 + 8,000 = $23,000 ഈസ് ആൻസർ. $23,000 ഈസ് ദ ഫൈനൽ ആൻസർ. ഇസ് ഇറ്റ് ക്ലിയർ? 23,000 ആണ് ഫൈനൽ ആൻസർ. ക്ലിയർ? യെസ്. സോ ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ നമ്പർ 7 ആൻസർ ആണ്. സോ ഇതിന്റെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകണം അല്ലേ മക്കളെ, ചെയ്തിട്ടില്ലേ? യെസ്, വെരി ഗുഡ്, ചെയ്തിട്ടുണ്ടാവണം. സോ നമുക്ക് ഇനി അടുത്തത് ക്വസ്റ്റ്യൻ ബി ആണ് ആൻസർ ചെയ്യാനുള്ളത്. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ വി ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻ നമ്പർ ബി. ഓക്കെ, ബി നമുക്ക് ചെയ്യാം. ഇത് ഓക്കെ അല്ലേ? സോ ഇത് നിങ്ങൾ ക്വസ്റ്റ്യനും ആൻസർ ഒക്കെ എഴുതിയിട്ടുണ്ടാവണം. ഇനി നമുക്ക് ബി നമുക്ക് ചെയ്യാം. സോ ഞാനിത് ജസ്റ്റ് റൈസ് ചെയ്യുന്നുണ്ട്. സോ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സോ റൈറ്റ് ദ ക്വസ്റ്റ്യൻ നമ്പർ ബി. എൻ്റെ താഴെ തന്നെ എഴുതിയാൽ മതി ക്വസ്റ്റ്യൻ ബി. സെയിം ഡാറ്റ തന്നെയാണ്.
ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, എൻ്റെ ആൻസർ നമ്മൾ ചെയ്തു കഴിഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായി, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും. സോ റൈറ്റ് ദ ക്വസ്റ്റ്യൻ നമ്പർ ബി എഴുതിക്കോ. ബി ചെയ്തു. ഫൈൻഡ് ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലെ. അപ്പൊ എന്താ ചോദിക്കുന്നത്? ടോട്ടൽ കോസ്റ്റ് അല്ല, ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പൊ എങ്ങനെ തരാം ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് കാണുക? ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടി നമ്പർ ഓഫ് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. ടോട്ടൽ കോസ്റ്റ് പല രീതിയിൽ ചെയ്യാം. ഞാൻ ചെയ്യുന്ന എപ്പോഴും ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. ടു പ്രൊഡ്യൂസ് ഫൈൻ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ടു പ്രൊഡ്യൂസ്. ഫൈൻ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ടു പ്രൊഡ്യൂസ് 3500 യൂണിറ്റ്സ്. 3500 അല്ലെ. 3500 യൂണിറ്റ്സ്. 3500 യൂണിറ്റ്സ് 3500 യൂണിറ്റ് ഉണ്ടാക്കാൻ വരുന്ന ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, യെസ്. സോ നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്തേ. യെസ്, സോ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്ത ആൻസർ ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, എങ്ങനെ ചെയ്യാം? എത്ര ചോദിക്കുന്നത്? 3500 യൂണിറ്റിന്റെ കേസ്. സോ 3500 യൂണിറ്റിന്റെ കേസ്. ക്ലിയർ? യെസ്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് അറിയോ? നമ്മൾ ആദ്യം 3500ന്റെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കാണാം. പല രീതിയിൽ ചെയ്യാം. അതൊന്നും നമുക്ക് അല്ല പെർ യൂണിറ്റുകൾ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അല്ലെ പല രീതിയിൽ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഈ ഒരു വേ ആണ് ചൂസ് ചെയ്യുന്നത് അല്ലെ. എങ്ങനെ ചെയ്താലും ഫൈനൽ ആൻസർ കിട്ടിയാൽ മതി കേട്ടോ. യെസ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കാണുന്നു, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് കാണുന്നു. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. എന്നിട്ട് ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് ചോദിക്കുന്നത്. ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് ചോദിക്കുന്നത്. സോ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ 3500 യൂണിറ്റ് അല്ലെ. ചെയ്താൽ നമുക്ക് ഒരു യൂണിറ്റിനുള്ളത് കിട്ടും. ക്ലിയർ അല്ലേ? യെസ്. സോ ലെറ്റ് us ട്രൈ ദീസ്. സോ വെരി സിമ്പിൾ. സോ എങ്ങനെ ടോട്ടൽ കോസ്റ്റ് കാണാം ഒന്ന് പറയാം. എങ്ങനെ ടോട്ടൽ കോസ്റ്റ് കാണാം? നമുക്കറിയാം വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 5 ആണ്. അത് പെർ യൂണിറ്റ് 5 ആണ്. അത് ഒരിക്കലും മാറില്ല. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എല്ലാപ്പോഴും സെയിം ആയിട്ട് നിൽക്കും. അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യാം? 5 ഇൻറ്റു 3500 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത് എന്ന് പറഞ്ഞേ? 5 ഇൻറ്റു 3500 ചെയ്യുമ്പോൾ കിട്ടുന്നത് 17,500 ആണ് നമ്മുടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വരിക. ഇനി ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 2 ഇൻറ്റു 3500 ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞേ? 2 ഇൻറ്റു നിങ്ങൾ പറയൂ. ക്ലാസ് വാച്ച് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു തരൂ അല്ലേ. ഞാൻ ഇങ്ങോട്ട് ചോദിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ആൻസർ പറയും. അപ്പോഴേ നമുക്ക് പഠിയുള്ളൂ. അപ്പോഴേ നമ്മൾ ലൈവ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് അല്ലെ നിങ്ങൾക്ക് എന്താ ഒരു മീൻസ് ആ ഒരു ഫീലിങ്സ് വരുള്ളൂ. ക്ലിയർ? നിങ്ങൾ പറ 2 ഇൻറ്റു 3500 ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം 2 എന്നുള്ളത് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് 4000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോഴാണ്. 3500 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് മാറും. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? 4000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ 1 2 ആണ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഇവിടുന്ന് കണ്ടുപിടിക്കുക. ഫിക്സഡ് കോസ്റ്റിന്റെ കേസിൽ എപ്പോഴും ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കുക. അപ്പോൾ TFC എന്ന് പറഞ്ഞാൽ TFC ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെ 4000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ ഓരോന്നിനും 2 ആണ്. അപ്പോൾ ടോട്ടൽ വരുന്നത് 8000 ആണ്. 8000 ആണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ആ 8000 ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇവർക്ക് ജസ്റ്റ് എടുത്ത് എഴുതിയാൽ മതി. ക്ലിയർ? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 8000 എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും മോനെ എന്ന് പറഞ്ഞാൽ? അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും? നീ പറ, എത്രയായിരിക്കും നമ്മുടെ ടോട്ടൽ കോസ്റ്റ് വരിക? പറ ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ എത്രയാ? ഒന്ന് എല്ലാവരും പറഞ്ഞേ. ടോട്ടൽ കോസ്റ്റ് അല്ലെ 8000 പ്ലസ് 17,500 ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത് എത്രയാണെന്ന് അറിയോ? 25,500 ആയിരിക്കും. 25,500 ദാറ്റ് ഈസ് എ ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ കോസ്റ്റ് അല്ല ചോദിച്ചത്, ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ അല്ലെ എത്ര യൂണിറ്റ് ആണുള്ളത്? 3500 യൂണിറ്റിന്റെ കേസാണ്. അപ്പോൾ ഡിവൈഡ് ബൈ 3500 ചെയ്താൽ ഒരു യൂണിറ്റിന് കിട്ടും. അപ്പോൾ എങ്ങനെയാ? 25,500 ഡിവൈഡഡ് ബൈ 3500. ഓക്കെ, ഡിവൈഡ് ബൈ 3500. സോ ഫോർ 1 യൂണിറ്റ് എത്രയാ? അപ്പോൾ ഒരു യൂണിറ്റിന് എത്രയാന്ന് പറഞ്ഞേ? 25,500 ഡിവൈഡ് ബൈ 3500. സോ ഫോർ 1 യൂണിറ്റിന് വരുന്നത് ഡോളർ അല്ലെ 7.285 സംതിങ് അല്ലെ 285 സംതിങ് ഇങ്ങനെ പോയിന്റ് കിട്ടും അല്ലെ. 7.285 സംതിങ് കിട്ടും. ക്ലിയർ? 7.285 സംതിങ് ആണ് നിങ്ങളുടെ ആൻസർ വരിക. 7.285 സംതിങ്. ഓക്കെ, യെസ്. സോ ഇതുപോലത്തെ ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒന്ന് കാൽക്കുലേഷൻസ് ഒന്നും കൂടി പ്രാക്ടീസ് ആവാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റൻസ് ഇട്ടതാണ്. സോ നിങ്ങൾ ചെയ്തത് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ മക്കളെ, ഇതൊക്കെ ഇതേപോലെ തന്നെ നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ മനസ്സിലായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നും കൂടി കാണുക, അല്ലെങ്കിൽ 1 2 3 4 തവണ എത്ര വേണമെങ്കിലും കണ്ടോളൂ. എന്നിട്ട് ഈ ചോദ്യങ്ങൾക്കൊന്ന് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അങ്ങനെയൊക്കെ തന്നെയാണ് പഠിക്കുക. ക്ലിയർ? നമ്മൾ ക്ലാസ് വാച്ച് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് പഠിക്കണമെന്നില്ല. സോ ഒരുപാട് നമ്മൾ ട്രൈ ചെയ്യുക, എഫോർട്ട് ട്രൈ ചെയ്യുന്നിട്ട് മനസ്സിലായി എന്നോട് ചോദിക്കാൻ ഞാൻ ഇവിടെ ഉണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. അങ്ങനെ എങ്ങനെയാണ് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. സോ ഇത് ക്ലിയർ അല്ലേ? യെസ്. സോ ഇതുപോലത്തെ ക്വസ്റ്റൻസ് ഒക്കെ നമ്മുടെ എക്സാംസിന് വരാറുണ്ട്. സോ ഇതൊക്കെ ബേസിക് ലെവൽ ഓഫ് ക്വസ്റ്റൻസ് ആണ്. ഇതൊക്കെ ബേസിക്സ് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ ഇതുപോലത്തെ ക്വസ്റ്റൻസ് ഒക്കെ നമ്മുടെ എക്സാംസിന് പൊതുവെ ചോദിക്കാറുണ്ട്. സോ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല 1 2 3 4 തവണക്കിനോട് ഒന്നും കൂടി പെർഫെക്റ്റ് ആക്കുക. എന്നിട്ട് നമ്മുടെ എക്സാംസിന് നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റണം. സോ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റൻസ് നമുക്ക് കമ്മിങ് ക്ലാസ്സൊക്കെ ഡിസ്കസ് ചെയ്യാം. സോ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തൊക്കെ ഒന്ന് സെറ്റ് ആക്കി വെക്കൂ. സോ നമുക്ക് ഇതിന്റെ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്യാം. സോ നല്ല രീതിയിൽ പഠിക്കും മക്കളെ. നമുക്ക് നല്ല രീതിയിൽ പാസ് ആവണം. ആ ഒരു നല്ലൊരു എനർജിയിൽ സെറ്റ് ആക്കി വെക്ക്. നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് പാസ് ആവണം. സോ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കാണാം. ഓക്കെ, യെസ്.